കഴിഞ്ഞു കണ്ടോ 6. എപ്പോഴും നിങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ശരിയാവില്ല കേട്ടോ. വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 3,000 കിലോമീറ്റർ ആയി. അങ്ങനെ നമ്മള് പമ്പിലേക്ക് എത്തി അല്ലേ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് പണിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ ഇങ്ങോട്ടേക്ക് പോകുന്നു. വണ്ടിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ GPS, അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശരിയാക്കണമെങ്കിൽ ഉച്ച കഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ച വരെ പണിക്കാരൊപ്പം ഇങ്ങോട്ടേക്ക് വന്നു. കാരണം ഇന്ന് ടെസ്റ്റുള്ള ദിവസമായതുകൊണ്ട് അവരൊക്കെ ഫ്രീ ആവണമെങ്കിൽ ടെസ്റ്റ് സമയം കഴിയണം. എന്തായാലും 1 മണി 2 മണിക്കാവും ആ വക പരിപാടിക്കായിട്ട് വരുമ്പോൾ. പിന്നെ അതേപോലെ നമ്മുടെ CCTVയുടെ സംഭവം ശരിയാക്കുന്ന ആളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ നമുക്ക് കയ്യോടെ ശരിയാക്കുകയാണെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇടാൻ നിൽക്കണ്ട. അതൊക്കെ കറക്റ്റാണ്. അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പറുകൾ തരണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്പീഡ് ഗവർണറാണെങ്കിൽ ഇതിൻ്റെ കട്ട് കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ GPS ആണെങ്കിലും കറക്റ്റ് വർക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേപ്പേഴ്സ് രണ്ടും മിസ്സിംഗ് ആണ്. അപ്പോൾ ഓരോ കൊല്ലം അതൊക്കെ റീചാർജ് ചെയ്യലും അതുപോലെ തന്നെ പുതുക്കലും വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളുടെ പേപ്പർ മേടിക്കാനായിട്ട് അവരൊന്ന് കാണിക്കണം. അപ്പോൾ അവർ വന്ന് നോക്കണം. പിന്നെ മറ്റല്ലാതെ ചിലരുടെ കാര്യങ്ങളും ഒന്ന് ശരിയാക്കിക്കണം. അത്രയാണ് ഉള്ളു വണ്ടിയുടെ കാര്യം. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള കേസ് കാരണം നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ അതിൽ ബാക്കിയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ കളർ മാറ്റിയിട്ടുള്ളതിൻ്റെ ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പെർമിഷൻ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ചയാണ് നമ്മളിനി ടെസ്റ്റ് കൊടുക്കാൻ പോകണത് കേട്ടോ. കാരണം ബുധനാഴ്ച ടെസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയുള്ള ദിവസം പോയിട്ട് പിന്നെ പുക ടെസ്റ്റ് എടുക്കണം. അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ചെറിയ കാര്യങ്ങളിൽ മറന്നു പോകാതെ അപ്പോൾ ആലോചിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിലവിൽ നമ്മുടെ ചേട്ടന്മാർ ഇന്ന് ഇവിടെ പണിയണത് കൊണ്ട് തന്നെ നമ്മൾ വന്നു. ഒരുവിധം ആയിട്ട് ഇനിയിപ്പോൾ നാളത്തോടു കൂടി നമ്മളുടെ തേപ്പിൻ്റെ പരിപാടി ഏറെക്കുറെ ഫുള്ള് ഫിനിഷാവും. അപ്പോൾ നമ്മൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ വീട് കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 സെൻറ്റ് സ്ഥലത്ത് ഓരോ വീട് 25 ലക്ഷം രൂപയ്ക്ക് പണിത് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റായിട്ട് ഈ ഒരു പ്ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് പ്ലോട്ടിൻ്റെ ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഇതിലൊരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേപോലെ ഒരു വഴി ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ. അത് അവിടെ ഒരു വീടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ വേറൊരു വീടുണ്ട്, അതിൻ്റെ ബാക്കിൽ വീടുണ്ട്. പിന്നെ അത് ഈ വഴിക്ക് പോയിട്ട് അപ്പുറത്തും ഇത് ഇവിടെയും ഒക്കെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വീടുണ്ട്. ഇതേ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേ അപ്പുറത്തൊരു വീടുണ്ട്. പിന്നെ അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വീടുകളാണ്. ഈ വഴിക്ക് പോയിട്ടും വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്ലോട്ട് തുടങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ വഴിയുടെ മുകളിൽ നിന്ന് മുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ 27 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അതിനകത്ത് ആദ്യമായിട്ട് ഒരു 5 സെൻറ്റിലായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അത് 5.5 ആയി ഇപ്പോൾ പണിത് വന്നപ്പോൾ. ആദ്യം 5 കാലമായിരുന്നു, പിന്നെ 5.5 ആയി. ഇപ്പോൾ നിലവിൽ ഇതിൽ നമ്മൾ അപ്പോൾ ഒരു വീട് പണിതു. ഇനി നമ്മൾ അടുത്തത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെവൽ ചെയ്ത് ആ തെങ്ങിൻ്റെ അപ്പുറം വരെ എടുത്ത് അതും ഒരു 5.5 അല്ലെങ്കിൽ 6 സെൻറ്റ് ആക്കിയിട്ട് അതിലും കൂടിയിട്ട് ഇതേപോലെ അടുത്ത ഇത് വിറ്റ് പോയിട്ട് വേണം കേട്ടോ നമുക്ക് അടുത്ത അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെ കയറി വരുന്നിടത്ത് 2 വീട് കൂടിയും പിന്നെ ഏറ്റവും മുകളിൽ ആ മെയിൻ വഴിയിലേക്ക് തിരിച്ച് 2 വീടും, അങ്ങനെയാണ് കേട്ടോ നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പല ആൾക്കാരും കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താലാണ് കേട്ടോ കിട്ടുള്ളൂ. മറ്റേ നമ്പറിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിം കാർഡ് എടുത്തിട്ടാണ് നമ്മുടെ ക്യാമറയിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ സമയത്ത് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനകത്ത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വിളിച്ച് വീടിൻ്റെ കാര്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വിളിച്ച് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 25 ലക്ഷം രൂപയ്ക്കാണ് നമ്മളുടെ ഈ ഫുൾ വീട് പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എലിവേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സൈഡിലേക്കുള്ള ഒരു കെട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതേപോലെ ഇതിൽ ഒരു ഗ്രില്ല് 2 തട്ടായിട്ട് വന്നിട്ട് ചെടി വെക്കുക അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ വർക്കോ ആയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ 2 സ്റ്റെപ്പിൻ്റെ താഴത്തൊരു ചെടി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം 2 സ്റ്റെപ്പിൽ ഇത്ര വീതി സ്റ്റെപ്പിനുള്ളത് കൊണ്ട് തന്നെ ഇവിടെയായിട്ട് ചെടി വെക്കാവുന്ന രീതിയിലും ഈ സൈഡും അതേപോലെ തന്നെ ചെടി ചുമരുമ്പോൾ കയറാവുന്ന രീതിയിലുമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അവിടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നിമൂലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലേശം ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ ഒരു പുല്ലിടാവുന്ന രീതിയിലൊക്കെ ചെയ്യണം. പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം നമ്മൾ വർക്കിൽ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വർക്കിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ 25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, പെയിൻറ്റിങ്, ഗേറ്റ് വെച്ച് അതേപോലെ തന്നെ
എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അടി ടൈലിട്ട് ആ അത്ര പണികളാണ് ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ കഴിച്ച് വീടിൻ്റേതായിട്ടുള്ള ഫുൾ വർക്കും അങ്ങനെ കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഫിനിഷിങ്ങിൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മേടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് എന്താ പറയുക, ഇനിയിപ്പോൾ അഡീഷണൽ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൽ എന്താ പറയുക ഒരു സ്റ്റെപ്പ് കൂടിയും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്ന് ഇത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്ലോക്കായിട്ട് കിട്ടിയല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എലിവേഷൻ ഭംഗിക്ക് പിന്നെ ടെസ്റ്റിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുക ടെസ്റ്റ് എടുക്കണം, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മറന്നു പോകാതെ അപ്പോൾ ആലോചിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിലവിൽ നമ്മുടെ ചേട്ടന്മാർ ഇന്ന് ഇവിടെ പണിയണത് കൊണ്ട് തന്നെ നമ്മൾ വന്നു ഒരുവിധം ആയിട്ട് ഇനിയിപ്പോൾ നാളത്തോടു കൂടി നമ്മളുടെ തേപ്പിൻ്റെ പരിപാടി ഏറെക്കുറെ ഫുള്ള് ഫിനിഷാവും. അപ്പോൾ നമ്മൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ വീട് കൊടുക്കണം, ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 സെൻറ്റ് സ്ഥലത്ത് ഓരോ വീട് 25 ലക്ഷം രൂപയ്ക്ക് പണിത് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റായിട്ട് ഈ ഒരു പ്ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് പ്ലോട്ടിൻ്റെ ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഇതിലൊരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്, ഇതേപോലെ ഒരു വഴി ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ. അത് അവിടെ ഒരു വീടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ വേറൊരു വീടുണ്ട്, അതിൻ്റെ ബാക്കിൽ വീടുണ്ട്, പിന്നെ അത് ഈ വഴിക്ക് പോയിട്ട് അപ്പുറത്തും ഇത് ഇവിടെയും ഒക്കെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വീടുണ്ട്, ഇതേ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേ അപ്പുറത്തൊരു വീടുണ്ട്, പിന്നെ അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വീടുകളാണ്. ഈ വഴിക്ക് പോയിട്ടും വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്ലോട്ട് തുടങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ വഴിയുടെ മുകളിൽ നിന്ന് മുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ 27 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അതിനകത്ത് ആദ്യമായിട്ട് ഒരു 5 സെൻറ്റിലായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അത് 5.5 ആയി ഇപ്പോൾ പണിത് വന്നപ്പോൾ. ആദ്യം 5 കാലമായിരുന്നു, പിന്നെ 5.5 ആയി. ഇപ്പോൾ നിലവിൽ ഇതിൽ നമ്മൾ അപ്പോൾ ഒരു വീട് പണിതു. ഇനി നമ്മൾ അടുത്തത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെവൽ ചെയ്ത് ആ തെങ്ങിൻ്റെ അപ്പുറം വരെ എടുത്ത് അതും ഒരു 5.5 അല്ലെങ്കിൽ 6 സെൻറ്റ് ആക്കിയിട്ട് അതിലും കൂടിയിട്ട് ഇതേപോലെ അടുത്ത ഇത് വിറ്റ് പോയിട്ട് വേണം കേട്ടോ നമുക്ക് അടുത്ത അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെ കയറി വരുന്നിടത്ത് 2 വീട് കൂടിയും പിന്നെ ഏറ്റവും മുകളിൽ ആ മെയിൻ വഴിയിലേക്ക് തിരിച്ച് 2 വീടും അങ്ങനെയാണ് കേട്ടോ നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പല ആൾക്കാരും കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലാണ് കേട്ടോ കിട്ടുള്ളൂ. മറ്റേ നമ്പറിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിം കാർഡ് എടുത്തിട്ടാണ് നമ്മുടെ ക്യാമറയിൽ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് അതിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ സമയത്ത് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വിളിച്ച് വീടിൻ്റെ കാര്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വിളിച്ച് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 25 ലക്ഷം രൂപയ്ക്കാണ് നമ്മളുടെ ഈ ഫുൾ വീട് പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എലിവേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സൈഡിലേക്കുള്ള ഒരു കെട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതേപോലെ ഇതിൽ ഒരു ഗ്രില്ല് 2 തട്ടായിട്ട് വന്നിട്ട് ചെടി വെക്കുക അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ വർക്കോ ആയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ 2 സ്റ്റെപ്പിൻ്റെ താഴത്തൊരു ചെടി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം 2 സ്റ്റെപ്പിൽ ഇത്ര വീതി സ്റ്റെപ്പിനുള്ളത് കൊണ്ട് തന്നെ ഇവിടെയായിട്ട് ചെടി വെക്കാവുന്ന രീതിയിലും ഈ സൈഡും അതേപോലെ തന്നെ ചെടി ചുമരുമ്പോൾ കയറാവുന്ന രീതിയിലുമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അവിടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നിമൂലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലേശം ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ ഒരു പുല്ലിടാവുന്ന രീതിയിലൊക്കെ ചെയ്യണം. പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം നമ്മൾ വർക്കിൽ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വർക്കിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ 25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക പെയിൻറ്റിങ് ഗേറ്റ് വെച്ച് അതേപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അടി ടൈലിട്ട് ആ അത്ര പണികളാണ് ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ കഴിച്ച് വീടിൻ്റേതായിട്ടുള്ള ഫുൾ വർക്കും അങ്ങനെ കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഫിനിഷിങ്ങിൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മേടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് എന്താ പറയുക, ഇനിയിപ്പോൾ അഡീഷണൽ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൽ എന്താ പറയുക ഒരു സ്റ്റെപ്പ് കൂടിയും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്ന് ഇത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്ലോക്കായിട്ട് കിട്ടിയല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എലിവേഷൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു ലൈറ്റും കൊടുത്ത് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് ഇവിടെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെടി വയ്ക്കാം. പിന്നെ ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പ് നേരെ കെട്ടി ആ ചുമരുമ്മേ നമ്മൾ മുട്ടിക്കും. ഈ ഒരു സ്റ്റെപ്പ് മാത്രം അടിയിലത്തെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിവേഷൻ വർക്കിൻ്റെ ഒരു ഗ്രില്ല് വർക്ക് അവിടെ വരുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ മുട്ടിച്ചാലാണ് ഭംഗിയാവുള്ളൂ എന്ന്. രാജേഷ് രാവിലെ തന്നെ മണലൊക്കെ തട്ടിയിട്ട് പോയിട്ട് ഇനി നമുക്ക് തേപ്പിൻ്റെ മണൽ കുറച്ചാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അത് തന്നെ കുറച്ച് മണലും തട്ടിയിട്ട് അവൻ പോയി. ചേട്ടന്മാരാണെങ്കിൽ ഇന്ന്
പിന്നെ മുകളിൽ സൺഷെയ്ഡിൻ്റെ അവിടെ പരിക്കിനിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ കെട്ടാനുള്ളത് കെട്ടി, പിന്നെ ഉള്ളിൽ കുറച്ച് തേക്കാനുള്ളത് തേപ്പ് പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടു. ഇവിടെ നിന്ന് തേച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ചുമരിൻ്റെ ഈ വശവും ഈ ഉൾവശവും തേച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പരിപാടി തേച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും ഇത്രയാണ് ഇനിയിപ്പോൾ തേക്കാനുള്ളൂ. ബാക്കിയുള്ള തേപ്പ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടന്മാർ ഉച്ചയായ കാരണം ഊണിൻ്റെ പരിപാടിയാണ്. ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഊണ് കഴിച്ചോട്ടെ, അവരെ ഡിസ്റ്റർബ് ചെയ്യണില്ല, ആരും ഡിസ്റ്റർബ് ചെയ്യണില്ല. എല്ലാവരും ഊണ് കഴിച്ചോട്ടോ, വയറ് നിറച്ചും കഴിച്ചോളൂ. ചൂട് കാരണമല്ലേ നിൽക്കാൻ പറ്റണില്ല. അതാണ് വലിയ പ്രശ്നമാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാവരും ഇങ്ങനെ നിന്ന് പോകുന്നത്. കാരണം ആ നിലയ്ക്കുള്ള വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലയ്ക്കുള്ള വെയിലാണ്. ഒരു രക്ഷയില്ല. നമ്മൾ വെറുതെ നിന്നിട്ട് നിൽക്കാൻ പറ്റണില്ല, തളരുക. അപ്പോൾ പിന്നെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ അവർ കയറി ഭക്ഷണം കഴിച്ചിനി കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷമാണ് വീണ്ടും പണിക്ക് ഇറങ്ങുള്ളൂ. കാരണം പുറത്തൊന്നും പണിയാൻ പറ്റണില്ല. ആ നിലയ്ക്കുള്ള ചൂടും പുഴുക്കും പുറത്തുള്ള പണിക്കാരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറിൽ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ചെന്നിറങ്ങി അത്രമാത്രം ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ ലെങ്ത്തിൽ നിന്ന് എല്ലായിടത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പെടും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുറത്ത് നിൽക്കൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ന് ഉച്ചയായി. അപ്പോൾ ഞാൻ രാവിലെ വന്നതാണ്. രാവിലെ വന്നപ്പോൾ മുതൽ ഒരേ പണിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സാധനം ഒന്ന് കൊടുക്കലാണ്. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പണി തീർത്താലാണ് നമുക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുകൾ വന്ന് നോക്കി. അവരൊക്കെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണി കഴിയുമ്പോൾ പറയണം കേട്ടോ ചേട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണി കഴിയുമ്പോൾ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇത് പണി കഴിയണ്ടേ. ആ പണി കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ മറ്റുള്ള കാര്യത്തിന് നമ്മൾ ഓടി നടക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ പണിയോട്ട് കഴിയണമില്ല. അപ്പോൾ പണി ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് വാഷ്, അതേപോലെ ജനല വാതിൽ ഫിറ്റിങ്, പിന്നെന്താ പറയുക ടൈലിൻ്റെ പണി, പ്ലംബിങ്, വയറിങ്, പിന്നെ മുറ്റവും ഗേറ്റും. ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ആ എലിവേഷൻ ഭംഗിക്ക് വേണ്ടി നമ്മുടെ എയർ സ്ട്രെച്ചറുമേ ഒരു കൂച്ചൻ കൊടുക്കുന്നത്. അത് ഒന്നോലെ ഓടിൽ അല്ലെങ്കിൽ ട്രസ്സിൽ അങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരിക. അത് എലിവേഷൻ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒന്ന് കാണിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പണിത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ പണിത് അവസാനിപ്പിക്കാനായിട്ട് നോക്കുന്നത്. ആരെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടിയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സാപ്പിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. 25 ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രം മാറി 750 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളുടെ വീട് പണി കഴിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അവർ ഊണ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് എഴുന്നേക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയ്യാണ്ടാവും, നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരോട് പണിയാമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരുടെ ഇതനുസരിച്ച് നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വണ്ടികളുടെ ബാക്കിയുള്ള പണികൾ സെറ്റ് ചെയ്യാൻ പറ്റുക. ഇന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവരെ വിളിച്ച് കാണിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സ്പീഡ് ഗവർണർ അതുപോലെ മറ്റുള്ള സംഭവങ്ങൾ പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ മുത്ത് ചെന്നപ്പോൾ മുതൽ പറയണത് കേട്ടോ, വണ്ടി കണ്ടിട്ടില്ല, ഫുൾ പണി കഴിഞ്ഞിട്ട് ഇന്നെ വണ്ടി കാണിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിതയുടെ ആങ്ങളെയും അതുപോലെ തന്നെ അമ്മയും അപ്പനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായി അവർ വന്നിട്ട്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ആ സമയത്ത് അവിടെ നിൽക്കാനും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്ത് കുറച്ച് നേരമെങ്കിലും ചിലവഴിക്കണ്ടേ. അപ്പോൾ നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റണില്ല. വീട്ടിൽ ഗസ്റ്റുകളാണെങ്കിൽ ചൂട്ടത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാണ്ട് ആകെ പെട്ടിട്ടായിരിക്കണം. ഇവിടെ ഒരു പായ വിരിച്ച് ഇവിടെ തന്നെ കിടക്കുകയാണ് എല്ലാവരും. അളിയാ പെങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സുഖമാണ് അളിയാ? വീണ്ടും തീ കഴിക്കുക, നിരം കഴിക്കുക, വീണ്ടും കിടക്കുക. രാത്രിയാകുമ്പോഴാണല്ലോ വെളിയന്മാരാ. രാത്രി 12 മണിക്ക് കിടന്നു പറഞ്ഞു ഞങ്ങള്. പിന്നെ രാവിലെ അളിയൻ പോവുകയും ചെയ്യും അല്ലേ? ഈ അളിയനെ അപ്പൊ ഈ അളിയനെ കാണാൻ കിട്ടണില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഇവര് പോവാന്ന് കൊറേ പറയണു. തിരിച്ച് ഞങ്ങള് പോവാ, ഇവിടെ കളിയിലും ഒന്നുമില്ല, വെറുതെ ഞങ്ങൾ വെറുതെ വന്നു. ബാക്കിയുള്ളത് മമ്മി അവിടെ പോയി ഒളിച്ച് നിൽക്കാണ്. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ നിന്ന് എന്തോ എടുത്ത് തിന്നിട്ട് ഞാൻ നോക്കുമ്പോ ചവയ്ക്കണു അവിടെ നിന്നിട്ട് അങ്ങ് പറഞ്ഞിട്ട് ചവച്ച് ആ ഇടക്കണ്ണിട്ടിട്ട് ഞാൻ നോക്കി. അതേപോലെ ഒളിച്ചു പോയി അവിടെ പോയി നിന്നിട്ട് ഞാൻ നോക്കുമ്പോണ്ട് ഇതെന്ത് അത് അതിന് വലിയ വിറ്റ്. ഡാഡി കിടന്ന് ഉറങ്ങണം. ഡാഡിക്ക് ചെറുതായിട്ടൊരു നടുവേദന, നടുമിന്നി. അപ്പൊ അത് ഡാഡി കിടന്ന് ഉറങ്ങുക. മോൻസി അതേപോലെ തന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കാനായിട്ട് റൂമിലേക്ക് പോയിക്ക. ഫുഡ് എന്നല്ലേ പിന്നെ പറയാ, മഞ്ഞം കുടിക്കണതിന് ഫുഡ് എന്നല്ലേ പറയാ? അതിന് ഞാൻ ഫുഡ് എന്ന് പറഞ്ഞപ്പ അന്ന് ആ സാധനത്തിന് പോയിക്കാണ്. അപ്പൊ തോമാച്ചൻ ഉറങ്ങുകയാണ്. അതെ.
വണ്ടി വാങ്ങിയിട്ട് നമുക്ക് ചെലവ് കിട്ടിയില്ലാട്ടാ. പുത്തൻ വണ്ടി ആക്കി ഇറക്കുകയും ചെയ്തു. അളിയ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദിപ്പളിയനെ കൊണ്ടുപോവല്ലേ? പോവാ നമുക്ക്. നമുക്കൊരു വെറൈറ്റി പിടിക്കണം. ആ നിനക്ക് ബർഗറാ പിസ്സ അങ്ങനെ എന്തെങ്കിലും? ലോറിയിൽ എല്ലാവരും കൂടിയിട്ട് ബാഗ് ഇഷ്ടം പോലെ സ്ഥല. ടൂർ പോകാൻ വലിയ വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് ചെലവ്, ഞങ്ങൾക്ക് അത് മതി. എനിക്കാണെങ്കിൽ വണ്ടിയുടെ അടുത്തേക്ക് പോകണം. അവിടെ GPS ഫിറ്റ് ചെയ്യണ ചേട്ടനും അതേപോലെ മറ്റേ ചേട്ടനുമായിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട് അവിടം വരെ പോകണം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോരണ്ടേ അളിയൻ? ആയിക്കോട്ടെ. അളിയൻ ദേ ഇവിടെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാനും മുത്തും കൂടിയിട്ട് നേരെ വണ്ടിയുടെ അടുത്ത് പോയി ഫോട്ടോ അത് മറക്കണില്ല. ഫോട്ടോ എടുത്ത് GPS-ൻ്റെ ആൾക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പേപ്പർ ശരിയാക്കണം. അങ്ങനെയുള്ള പണികളുണ്ട്. എന്നാലേ നമുക്ക് അടുത്ത ദിവസം ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സിസ്റ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര തല്ലിപ്പൊളിയായിട്ടൊക്കെ കിടക്കണത്. നിങ്ങൾ ബന്ധപ്പെട്ട് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്തവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേപ്പറും കൊടുത്ത് അപ്പം ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന സംവിധാനമാണെങ്കിൽ ഇത് പേരിൽ നിന്ന് മാറ്റണമെങ്കിൽ ആദ്യം അങ്ങനെ വേണം. 1 മാസം കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ പോലും ബുക്ക് കിട്ടില്ല. ആദ്യം ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പോകണം. പിന്നെ പേര് മാറ്റണമെങ്കിൽ ഇതൊന്നും പറ്റില്ല. പിന്നെ കളറ് മാറ്റണമെങ്കിൽ അതിന് മുന്നേ ഇത് എന്തൊക്കെ തലവേദനകളാണെന്നറിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മടുപ്പിക്കും. ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ അത് എന്നാൽ ഓടി തുടങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ഒരു പൈസ മേടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് ആ പേപ്പറുകൾ ഇപ്പോൾ ചേട്ടനൊക്കെ പറയുക ഗൾഫിൽ വണ്ടി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച ആളും വിറ്റ ആളും കൂടിയിട്ട് ചെല്ലുക. അപ്പോൾ തന്നെ 10 മിനിറ്റിനുള്ളിൽ വണ്ടിയുടെ പേര് മാറ്റി നമ്മുടെ പേരിലേക്കാക്കി സംഭവം ശരിയാക്കി പോകാം. ഇവിടെയൊക്കെ ഒരു പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ചടങ്ങാ. ശരിക്കും പറയാം ഒരു ടാക്സി വണ്ടിയാണെങ്കിൽ അതൊന്നും ഓടാൻ പോലും പറ്റില്ല. ആ നിലയ്ക്കുള്ള അഭ്യാസങ്ങൾ അവിടെ എന്ത് സംവിധാനം എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാം ദ്രുതഗതിയിൽ നടക്കുന്ന പരിപാടികളാണെന്നൊക്കെ പറയിച്ചത് മാത്രമേ ഉള്ളൂ. സിസ്റ്റം ഭയങ്കര മോശമാണ്. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും. ഇതെന്നല്ല വണ്ടിയുടെ എന്നല്ല, അത് നമുക്ക് ദേഷ്യം വന്നിട്ട് പറയണതാ. കാരണം ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓടിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറും കിട്ടില്ല. ഇപ്പോൾ ഞാൻ വിറ്റ വണ്ടി എത്ര മാസമായി, എന്നിട്ട് ആ വണ്ടിയുടെ പേപ്പർ അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പേര് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടാണെങ്കിൽ വേണ്ടില്ല, അവിടുത്തെ പേപ്പർ കിട്ടണില്ല, അവിടുന്ന് പേപ്പർ കിട്ടണില്ല, ബുക്ക് കിട്ടണില്ല. ഈ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ക്ഷേമനിധി അടയ്ക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ പറയും അതിൻ്റെ സൈറ്റ് എന്താ പറയുക സ്ലോ ആണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ക്ഷേമനിധി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണഗതിക്ക് ക്ഷേമനിധി അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ടാക്സും അടയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് കാരണം ഈ സൈറ്റ് എപ്പോഴും പ്രശ്നമായതുകൊണ്ട് ടാക്സ് ഇനിയിപ്പോൾ ക്ഷേമനിധി അടച്ചില്ലെങ്കിലും അടയ്ക്കാമെന്നുള്ള സംവിധാനമാക്കി. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൻഡിങ് വരും. ഒരു 3 മാസത്തെ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോൾ വീണ്ടും ഇരട്ടി പൈസയാവും. ഇതൊക്കെ എന്താ പറയുക തല്ലിപ്പൊളി ആക്കി വെച്ചേക്കാന്ന് പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ അതതിൻ്റെ കേസ്. പിന്നെ വേറെ പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പേരിൽ നിന്ന് നമ്മൾ മാറ്റാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് ബുക്ക് മാറ്റി ഇങ്ങോട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയാണ്ട് ഇപ്പോൾ പേരിൽ നിന്ന് മാറ്റി കിട്ടണില്ല. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സൈറ്റ്, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ GPS-ൻ്റെ സൈറ്റ് പലപ്പോഴും ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ GPS മേടിച്ചു, അതിൻ്റെ എല്ലാ പേപ്പറും തന്നു, പുതിയത് തന്നു. നമ്മൾ സിസ്റ്റത്തിൽ അതിൻ്റെ കോഡ് നമ്പറും സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഈ സാധനമൊക്കെ നോക്കിയാൽ കാണണം. ഇതൊക്കെ അടിച്ച് കയറ്റണമെങ്കിൽ സൈറ്റ് വേണം. ആ സൈറ്റ് എന്നും ഡൗൺ ആണ്, അല്ലെങ്കിൽ പലപ്പോഴും ഇല്ല. നമ്മൾ വണ്ടി മേടിച്ച അന്ന് GPS-ൻ്റെ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഈ സംഭവമാണ്. അപ്പോൾ പിന്നെ രക്ഷയില്ല എന്ന് പറയില്ലേ. ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണെങ്കിൽ വണ്ടി മേടിച്ച് കൊണ്ടു നടക്കുന്നവരുടെ കാര്യമൊക്കെ അധോഗതിയാണ്. കാരണം പകുതി ദിവസം ഇതൊന്നും ഓടാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോകും, വേറെ ഒന്നും ചെയ്യാണ്ട്. പുതിയത് ഒരെണ്ണം ഓടി തുടങ്ങണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാടുണ്ട്. തന്നെ നീ മുന്നിൽ നിന്ന് മാറ്. തന്നെ അത് ചിരിച്ചെന്തില്ല, ആര് ഫുഡ് കഴിച്ചാ തന്നെ? ബാ ടാറ്റ് പോവാ വാ. ചേട്ടനോ തോമാച്ചൻ അതെ മമ്മി എന്തിട്ട് അടുക്കളയിൽ പോയിട്ട് എടുത്തത് ആ ഗ്യാപ്പില് ഇവിടെ വീഡിയോ പിടിക്കാന്ന് സത്യം പറയും സത്യം പറയും എന്താ അത് ഞങ്ങള് പഴയ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. തന്നിട്ട് ചിരിക്കണ്ടല്ലോ പോരണ്ടാ ബാ. അപ്പൊ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവാട്ടോ. കാരണം ആ വക കാര്യങ്ങളുടെ ഫോട്ടോ എടുത്ത് കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അതും കിട്ടാൻ നേരം വൈകും. നമ്മൾ കാരണം നേരം വൈകാൻ പാടില്ല. അപ്പോൾ നേരെ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ വണ്ടി ഇതേ ഇവിടെയാണ് കേട്ടോ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നുള്ളത് ജയിലിൻ്റെ പടിയാണിത്. ജയിലിൻ്റെ പടിയുടെ അവിടെ നിന്ന് നേരെ സൈഡിലൂടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്.
അപ്പോൾ അവിടെ അങ്ങ് ഒതുക്കി നിർത്തി. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് കിടക്കണത് ഈ ഇവിടെ അപ്പുറത്തും വണ്ടി ഇല്ലാത്തപ്പോൾ വേണം കിടക്കാൻ. നിറച്ചും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഇവിടെ നിർത്തിയതാണ്. എന്നിട്ട് ഇങ്ങനെ ലുക്ക് അകലേന്നൊന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. അത് ലുക്കല്ലേ മൊത്തം അടിപൊളിയായില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ വണ്ടിയിൽ ഞാൻ ഇറക്കി വിടും. ആ അതൊക്കെ അടുത്തിട്ടിട്ട് നമുക്ക് പറയാം. ശരി എന്നാ നമുക്ക് അടുത്തേക്ക് എന്നിട്ട് GPS-ന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കട്ടെ. ആദ്യം AC-യുടെ മുകളിൽ ഗ്രില്ല് വെക്കണോ? AC-യുടെ ഗ്രില്ല് മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ പൊന്നോ നല്ല ചൂടോ. അടച്ചിട്. അടച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് AC ഇടാം. AC ഇട്ടിരിക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. AC ഫിറ്റ് ചെയ്ത കാര്യമുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാണ്ട് നമുക്ക് AC ഒക്കെ ഇട്ടിരിക്കാൻ പറ്റുക. ഇവിടെ ഓൺ ഓഫ്. ടർബോയിൽ ഇടാം. പെട്ടെന്നാവണ്ടേ. വന്നു. ചൂടാണ് കേട്ടാ. ചൂട് കാറ്റാ വരുന്നേ. ഓക്കെ പാട്ട് വെക്കാനുള്ള കാര്യങ്ങൾക്ക് മുന്നേ ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാനാ പറഞ്ഞു. ഇതാണ് GPS എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തിന് എന്ത് ഫോട്ടോ ഇപ്പൊ ഞാൻ അയച്ചു കൊടുക്കാന്ന് എനിക്ക് യാതൊരു കേസും ഇല്ല. അതൊന്ന് ചോദിച്ചു നോക്കിയോട്ടെ. ഒന്നുമില്ല, ഒരു സാധനം ഇല്ല. ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എന്താണോ കാര്യം. എന്തായാലും അയച്ചു കൊടുക്കാം. നമ്മുടെ സെറ്റ് നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ കാണിക്കുകയാണ്. അതേപോലെ നെയിമെയിൽ ID അതേപോലെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ ബ്ലൂടൂത്ത് സംഭവം കണക്റ്റ് ആവുന്നുണ്ട്. ഇനി നമ്മൾ വൈഫൈ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. AC കുഴപ്പമില്ല കേട്ടോ. AC ഇപ്പം തണുത്തില്ലടാ. കയറിയ വഴിക്ക് പിന്നെ ചൂടില്ലാണ്ടിരിക്കുമോ? ഇപ്പോൾ AC ഒക്കെ നല്ല തണവുള്ളത് കൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ചാർജ് ബാറ്ററിയുടെ ചാർജ് എന്തായാലും അത് ഓക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ GPS-ന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആൾ ചിലപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറയുന്നത് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സെറ്റിൽ ശരിയാക്കാനുള്ളത്. ഇനി ക്യാമറയുടെ ഇതിൽ സിമ്മും കാര്യങ്ങളും ഇടണം. അത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അപ്പോൾ ആ സാധനം അയച്ച് അതൊന്നും ഇടാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, ഇതിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ട് നിൽക്കണം. അത് തിരിഞ്ഞുകൊണ്ടിരിക്കുക, ക്ലിയർ ആയിട്ടില്ല. വൈഫൈ ഇട്ട് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അത് ഇടയ്ക്ക് കട്ടായി പോകുന്നതുകൊണ്ട് ശരിയാവണില്ല. അത് നോക്കട്ടെ ഗൈസ്. അതൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ അറിവും പുതിയ അറിവാണ് ഗൈസ്. ഇപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ സ്പീഡ് ഗവർണറിൻ്റെ ഭാരത് ബെൻസ് ആയതുകൊണ്ട് തന്നെ കമ്പനിയിലേക്ക് വണ്ടി കൊണ്ട് ചെന്നിട്ട് അവിടെ നിന്ന് ടാക്കോ സംഭവങ്ങൾ എന്തൊക്കെയോ നോക്കിയതിന് ശേഷം വേണം ഈ സംഭവങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലേക്ക് പോകേണ്ട ഗതികേടായി. ഇനിയിപ്പോൾ മുത്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഇറക്കിയിട്ട് വേണം. പരീക്ഷ പിന്നെ പരീക്ഷയല്ലേ നിനക്ക്? ഒരു കല്ലൊക്കെ വെച്ചെന്നാണ്ടല്ലോ. അല്ല നോക്കിയേ, വണ്ടിയിൽ പോരാനുള്ള ആൾക്കാരുകൾ ക്യൂ നിൽക്കണത് ടിപ്പറിൽ കറങ്ങാൻ പോണെന്ന്. ടിപ്പറിലല്ല. അപ്പൊ ഞാൻ സ്പീഡ് ഗവർണർ നന്നാക്കാനായിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അപ്പൊ ഡാഡിയും ഇതിനും വരുന്നത് പെണ്ണുങ്ങൾ ഇവിടെ ഇരുത്തി. മുത്തിന് പരീക്ഷ ആയാലും മുത്തിനെ ഇവിടെ ഇരുത്തി. മുത്ത് അപ്പനും അമ്മയും അല്ല അപ്പനും ചാച്ചനൊക്കെ വരുമ്പോഴേക്കും വേഗം പഠിക്കും കേട്ടോ. ഓക്കെ ഡാ ടാറ്റാ ടാറ്റാ. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ ഒതുക്കി ഇട്ടിട്ട് നേരെ നമ്മുടെ ലോറി എടുത്തിട്ട് ലോറി ഇവിടെ ഇട്ടുണ്ട്. ഇവിടെ നിറച്ചും വണ്ടികൾ ഇങ്ങനെ മാറ്റി കൊണ്ടിടും. ചില സമയത്ത് തിരക്കുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടിടാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിലവിൽ കാറ് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോഴും പണി കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ തന്നെ ഇടാൻ പറ്റും. ഡാഡി കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ വണ്ടി? ഇത് തന്നെ വണ്ടി. തുറക്കട്ടെ. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഇവിടം വരെ ഓടി വന്നപ്പോഴത്തെ മൈലേജാണ് കാണിക്കണത് 4.6 കേട്ടോ. ഇത് കിട്ടണ സംഭവമാണോ എന്നുള്ളത് അറിയില്ല. കയറി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? വണ്ടി ഒതുക്കിയില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട്? AC മേത്തേക്ക് വെച്ചോ? കുഴപ്പമില്ല. ഇനി ഞാൻ ക്യാമറ നിനക്ക് കൈമാറിയിരിക്കുകയാണ്. ഡാഡി ക്ലാസ് കയറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. ശക്തിയോടെ കയറ്റിക്കോളൂ. അപ്പൊ പോവാന്നാ നമുക്ക്. അപ്പൊ നമ്മള് ഭാരത് ബെൻസിലെ യാത്രയിലാണ്. നടത്തറ സെൻട്രലിലേത്താണ് നമ്മളിപ്പോ. ബൈപ്പാസിലേക്ക് കയറാൻ പോവാണ്. സിഗ്നല് ഇത് കഴിഞ്ഞ് നമ്മള് പെടയ്ക്കൽ അളിയാ
ഈ ബാക്ക് ക്യാമറ ഉള്ള കാരണം ഭയങ്കര ഉപകാരം. ആരൊക്കെ തെറി പറയണത് എത്ര ബ്ലോക്ക് ഉണ്ട് നമുക്ക് അറിയാം അല്ലേ? ബാക്കിൽ കുറെ നേരമായിട്ട് ബോറടിച്ച് നമ്മളെ കടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് നേരം ഇതിന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കുക. അല്ലെങ്കിൽ തെറി കേൾക്കും. കാരണം അവർക്ക് കടന്നു പോകാൻ പറ്റാണ്ട് വരുമ്പോഴേ അവരെന്തായാലും ഒതുക്കി ഓടിക്കണം. അതെ അതെ, നമ്മളൊക്കെ ബൈക്കും കാറും ഓടിക്കുമ്പോ നമ്മള് ബാക്കിയുള്ളവർ തെറി പറയണ പോലെ നമുക്ക് ഇപ്പൊ നമ്മൾക്കുള്ള അനുഭവം അത്. കുഴപ്പമില്ല, സുഖമായി. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഭാരത് ബെൻസിന്റെ ഷോറൂമില്ലേ തൃശ്ശൂര് വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോടെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോകേണ്ട വന്നെ വണ്ടി. മണ്ണുത്തീര് വന്ന കാരണം നമുക്ക് സുഖമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മണ്ണുത്തീര് ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ ആലോചിക്കും ഇപ്പൊ വിളിച്ചു വെച്ചു നേരെ നമ്മൾ അവിടെ പോണെങ്കിൽ പെട്ടാം. അപ്പൊ അങ്ങനെ പ്രശ്നം. ഹൈവേയിൽ കയറി കുഴപ്പമില്ല കേട്ടോ. ഹൈവേയിൽ കയറി നമ്മുടെ ട്രാക്കില് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് എല്ലാവരും നാളെ കമന്റ് പറയണമെന്നുണ്ടായിരുന്നു. പ്രതീക്ഷേട്ട വണ്ടി ഓടിച്ചു തുടങ്ങും, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ഈ ട്രാക്കിൽ ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എല്ലാവരും ആ ട്രാക്ക് ഓടിക്കണേന്ന്. സംഭവം അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ഇപ്പോഴും അപ്പുറത്തെ ട്രാക്കിൽ ഓടിക്കുമ്പോൾ അത് നമുക്കുള്ള ട്രാക്ക് അല്ല. അപ്പൊ പറ്റിയില്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം അങ്ങനെ ഓടിക്കാന്നല്ലാണ്ട് അല്ലാത്ത സമയത്ത് ഇപ്പൊ ഇങ്ങനെ നോക്കിയ ഫ്രണ്ടിലേക്ക് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ അത് എനിക്ക് തോന്നുന്നു കുറെ അണ്ണന്മാരും ബാക്കിയുള്ള ആൾക്കാരെ വന്നോണ്ട് അപ്പുറത്തെ ട്രാക്ക് പിടിച്ച് കയറി പോകണം. നമ്മുടെ ആൾക്കാർ മാറി. നമ്മുടെ ആൾക്കാർ മാറി. റൈറ്റ് ട്രാക്കിൽ പോണതിന്റെ കാരണമല്ലേ ഈ സൈഡ് റോഡുകൾ ഉണ്ടല്ലോ, വണ്ടിയിൽ ഇതില് ലെഫ്റ്റ് ട്രാക്കില് ചിലപ്പോ ഒരു മാക്സിമം സ്പീഡിൽ പോണ സമയത്ത് ഇവിടുത്തെ സൈഡിൽ കയറി അവനത് അറിയില്ല നീളം കൂടി വണ്ടിയാണോ നീളം കുറഞ്ഞ വണ്ടിയാണോ കയറി കഴിഞ്ഞപ്പെടും. അതുകൊണ്ടാണ് അപ്പൊ കുറെ നമ്മള് ഈ പറഞ്ഞ ഓടിച്ചു തുടങ്ങുമ്പോഴാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. നമുക്ക് പറ്റില്ലേ അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് തന്നെ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡാണ്. ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഒരു ചെറിയ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ വലിയ വണ്ടി ഓടിക്കുക എന്നുള്ള സംഭവമൊക്കെ തോന്നും. കയറി ഇരുന്ന് സ്റ്റിയറിംഗും നമ്മുടെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞപ്പോ വലുതും ചെറുതും അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അങ്ങനെ കയറി ഇരുന്ന് അങ്ങോട്ട് പോവുക തന്നെ. പിന്നെ നോക്കി കണ്ടും ഓടിക്കണം. വണ്ടി ഒന്നും കൈ അടങ്ങണ വരെ എപ്പോഴും ഇല്ലേ നമ്മുടെ ഒരു ആയത്തിന് നോക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നടക്കുന്ന എയിമുകളും മൊത്തം മനസ്സിലാക്കണം. അതിനുശേഷമാണ് വണ്ടി കൈവിട്ട് ഓടിക്കാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു. കൈവിടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈവിടാന്നല്ലാണ്ട് ഉദ്ദേശിച്ചത്, അതായത് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഓടിക്കാന്നുള്ള സംഭവത്തിലേക്ക്. അല്ലാണ്ട് ഇരിക്കുമ്പോഴേക്കും കാര്യം കിട്ടാന്ന് പറയില്ലേ പഴയ കാലത്ത്. കയറി ഇരുന്ന് വണ്ടിനെ പറ്റി ഒരു ABCD അറിയില്ല, ആദ്യപ്പെട്ടാ അപ്പൊ പണി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വണ്ടി അങ്കമാലി വരെ കൊണ്ടുപോയത്, ഞാൻ കാശ് കൂടി കൊണ്ടുപോയപ്പോ ഞാൻ അങ്കമാലി എത്രനേക്കാൾ മുന്നേ ഞാനായിരുന്നു ഓടിച്ചായിരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ നമ്മള് സാധാ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചു പോണേ. ബാക്കിൽ വരുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി നോക്കി ഓടിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ അവൻ വന്ന് ചീത്ത പറഞ്ഞപ്പോഴാണ് നോക്കുക സോറി ചേട്ടാ എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ട്രാക്കിൽ കൂടെ പോയേ എന്ന് നമ്മൾ പറഞ്ഞു. ആ ട്രാക്കിൽ കൂടെ പോയെന്നല്ല, നമ്മള് സൈഡ് എടുത്തു, അങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് എടുത്തപ്പോ അങ്ങനെ എടുക്കാൻ പാടില്ല. നിങ്ങൾ മറ്റേ ഇത് വന്നപ്പോ എന്താ പറയാ സിഗലില് വന്ന സമയത്ത് നിങ്ങൾ ഇതിന് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ റോഡ് മുഴുവൻ എടുത്തിട്ടാണ് ഓടിക്കുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചു വന്നു. അപ്പൊ ചീത്തയായിട്ട് തന്നെ പറഞ്ഞ ആള്. അപ്പൊ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വണ്ടി ആയതുകൊണ്ട് തട്ടും മുട്ടും പഴയ കാലത്തൊക്കെ പറയും നമ്മള്, അതായത് വണ്ടി ആയ തട്ടും മുട്ടും പെണ്ണായ പുസ്തകിക്കുമെന്ന്. ഈ രണ്ട് കേസും അല്ലാതെ പഴയ കാലത്ത് പറയണതാ, ഡ്രൈവർമാരോട് പറയാണ് ആ വണ്ടി എങ്ങനെ തട്ടിയ ചേട്ടാ വണ്ടി ആയ തട്ടും മുട്ടും പെണ്ണായ പുസ്തകിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല, വണ്ടി തട്ടുന്നത്. നമ്മുടെ രാജേഷേട്ടൻ പറഞ്ഞ ഡയലോഗാണ് ഇങ്ങോട്ട്. നമുക്ക് ഇതുവരെ തെറി കേട്ടിട്ടില്ല കേട്ടാ. നമ്മളിപ്പോ നല്ല രീതിക്ക് വന്നത് ഇവിടെ അല്ല, നമ്മളെ മറ്റേ ചെറിയ റോഡിലായാലും പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ കൂട്ടത്തിലെ ഇപ്പൊ ഓടിക്കാൻ നന്നായിട്ട് അറിയുന്ന ആൾക്കാരെന്ന് പറയാം വിചാരിക്കാം. നമ്മളത് നോക്കി അവരെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ആ വണ്ടീനെ കട്ട് ചെയ്തു. അപ്പൊ ആ വണ്ടീനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാറ് കട്ട് ചെയ്യണതാണ് മനസ്സിൽ, ബാക്കിൽ ഒന്നും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തു. പക്ഷെ ഈ ഇതും കൊണ്ടാവുമ്പോ എന്ന് പറഞ്ഞാൽ നെല്ല് അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. മുൻകൂട്ടിയേ നമ്മളിങ്ങനെ പിടിച്ച് കയറി ഇങ്ങനെ കാലുവണ്ടി ആയാലും ഈ കളിയൊന്നും നടക്കില്ല. ഒരു മൂല പിടിച്ച് മറ്റേക്ക് മെല്ലെ പോകാനുള്ള ഇത് മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഇത് ഭാരത് ബെൻസ് ആയ കാരണം തന്നെ നമുക്ക് തോന്നുന്ന ഒരു ഗുണം മറ്റുള്ള ലൈലൻഡൊക്കെ ഓടിക്കുമ്പോ ഇല്ലേ ഭയങ്കര എഞ്ചിന്റെ സൗണ്ടും അതേപോലെ വലിയ ലോറി കൊണ്ടാണ്. നിനക്ക് എന്താ തോന്നുന്നത്? സുഖല്ലേ? ചാട്ടമൊന്നുമില്ല, കുഴപ്പം എന്ന് പറയാനുള്ള യാതൊരു സംഭവമില്ല. ഇനിയിപ്പോ നമ്മളുടെ ഈ GPS-ന്റെ പേപ്പർ കിട്ടലാണ് ഒരു വലിയ ചടങ്ങ്. ആ സാധനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സാധനം ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് 2850 രൂപ കണ്ട് നമ്മൾ റീചാർജ് ചെയ്താൽ ഇതാണ് നമ്മുടെ GPS എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പൊ ഓൾറെഡി ഇതൊക്കെ വർക്കിംഗ് ആണ്. പക്ഷെ ഇത് കഴിഞ്ഞു, വാലിഡിറ്റി കഴിഞ്ഞ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എടുക്കാൻ ചെല്ലുമ്പോഴാണ് ആ പേപ്പർ സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് എടുക്കേണ്ടത്. സൈറ്റ് ഉണ്ടാവും. അപ്പൊ രക്ഷയില്ല. ഇപ്പൊ ഞാനിപ്പോ അവിടുത്തെ ആളെ വിളിച്ച് സംസാരിക്കുള്ളൂ. അപ്പൊ ആള് പറഞ്ഞു നിങ്ങൾ പൈസ അടച്ചിട്, 2950 അടച്ചിട്. അപ്പൊ ഇതിനെന്ത് ബൂസ്റ്റർ അങ്ങനെ എന്താണെന്ന് ഒരു പരിപാടി ഉള്ളത്. അപ്പൊ ആ ബൂസ്റ്റർ കൊടുക്കാം. ബൂസ്റ്റർ കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. വണ്ടിയുടെ ബൂസ്റ്റർ അല്ല കേട്ടോ, ഈ സാധനം സൈറ്റിലേക്ക് കയറാനുള്ള സ്പെഷ്യൽ ബൂസ്റ്റർ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആവാറുണ്ട് ചില ഇത് കേസുകളിൽ. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പൈസ അടച്ചിടണം. അപ്പൊ നാളത്തെ കഴിഞ്ഞത്തേക്ക് കിട്ടുകയാണെങ്കിൽ എന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കൊടുത്ത് ടെസ്റ്റ് കൊടുക്കുക. വണ്ടി പുതിയതാണെങ്കിലും പണിയുണ്ടാകും. പിന്നെന്ന് പറഞ്ഞാൽ വണ്ടി ആകുമ്പോൾ പണിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ വേറെ കേസുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടികളുണ്ടല്ലോ പണിത് എന്നും ഒരേപോലെ സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. ഇതൊക്കെ 2 ലോഡ് കയറി കഴിഞ്ഞു. പിന്നെ വണ്ടി പൊന്നു പോലെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഒരു ഷോപ്പ് കേസിൽ എടുത്ത് വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പറമ്പിൽ ഇതിനായിട്ട് ഒരു 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഇടപ്പ വരും. റോട്ടിലൂടെ ഓടിക്കുമ്പോൾ ഈ വക ചെറിയ സംഭവങ്ങൾ വരും. അതൊക്കെ നോക്കിയും കണ്ടും എന്താ പറയാ മെല്ലെ കൊണ്ടു നടക്കുക, മര്യാദയ്ക്ക് കൊണ്ടു നടക്കുക, ഉണ്ടാവില്ല. പിന്നെ ഒരുവിധം ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉദ്ദേശിക്കുന്നത് ഞാനും കൂടി ഫുള്ള് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ ഐഡിയ ആകുമ്പോൾ കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ നമുക്ക് പറ്റിയൊരു രീതിയിലുള്ള ഡ്രൈവർമാരും ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയ അവരുടെ ഐഡിയ വെവ്വേറൊക്കെ ആകുമ്പോൾ കുറേ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തന്നെ കേസാവും. അപ്പൊ അങ്ങനെ ഇല്ലാത്തത് നമ്മളിപ്പോ ഓരോ ആൾക്കാരായിട്ട് നമ്മൾ പോയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ രാജേഷ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കൊല്ലമായിട്ട് നമുക്കുള്ളതുകൊണ്ട് നമുക്കൊരു ബോണ്ടിങ് ഉണ്ട്. ഇപ്പൊ ഭാരത് ബെൻസിന്റെ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാണ്ടിരിക്കണ്ട, നേരെ നമ്മുടെ പാലിയക്കര ടോൾ പിരിവ് കേന്ദ്രം എന്ന് എഴുതിയിട്ടുള്ളതിന്റെ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി പോകരുത്. പോകാണ്ട് തന്നെ നമ്മുടെ ഇതിൽ സർവീസ് റോഡ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് തന്നെ ആ ടോൾ പിരിവ് കേന്ദ്രത്തിന് നേരെ ഓപ്പോസിറ്റ് ഡെക്കത്തലോന്റെ സൈഡിൽ വലിയൊരു വഴിയുണ്ട്. ഇൻഡിക്കേറ്റർ ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. എനിക്ക് മെറിക്കട കണ്ടില്ല. പിന്നെ ആയതുകൊണ്ട് തന്നെ അവര് എത്ര വലിയ വണ്ടി ട്രെയിലർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മള് അതൊന്നും കളയാണ്ട് 1 മണിക്കൂർ കൊണ്ട് അവര് സ്പീഡ് ഗവൺമെന്റ് സംഭവം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്ര സമയം എടുക്കും. അപ്പൊ ഭാരത് ബെൻസിന്റെ ഷോറൂമില് ഇതിന് മുന്നേ ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവനിക്കൊന്നും വരാണ്ടിരിക്കട്ടെ, കാശ് പോകും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതിപ്പോ എത്ര രൂപ പോകുന്നുള്ള അറിയില്ല. സ്പെഷ്യൽ കേസായ കാരണം എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ നിലവില് നമ്മൾ ചെന്ന് എന്താ പറയാ കാര്യങ്ങളൊന്നും ചോദിക്കട്ടെ. അല്ല ഞാൻ വരുൺ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സ്പീഡ് ഗവർണർ ഇല്ലേ, ഫിറ്റ് ചെയ്യാനല്ല അതിന്റെ പേപ്പർ മേടിക്കാൻ ചെക്ക് ചെയ്യാനുണ്ട്. ഓൾറെഡി കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. എല്ലാ പേപ്പർ മേടിച്ചാൽ മതി. ആ വണ്ടിയുടെ അവിടേക്ക് പാർക്ക് ചെയ്യാം അല്ലേ. നമുക്ക് എപ്പോഴും ഈ ഗ്ലാസ് പവർ വീട് ആക്കേണ്ട വരും നമ്മള്. പവർ വീട് ആക്കണമെങ്കിൽ പൈസ ഉണ്ട് അത്യാവശ്യം. ഇത് തിരിക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇല്ലാത്ത വണ്ടിയാണെങ്കിലേ നമ്മള് എന്താ പറയാ ഇത് ചെയ്യണില്ലല്ലോ. ഭാരത് ബെൻസിന്റെ ഷോറൂമിലെ പിള്ളേര് ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടില്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന വണ്ടിയെന്ന് ചോദിച്ചിട്ട് ഇത് ഏത് വണ്ടിയാണ്? അതാണ് ഫസ്റ്റ് തടഞ്ഞു. ഇതിവിടെ പണിയാൻ പറ്റില്ല. ഇത് പറയാൻ പറ്റില്ല. ബെൻസിന്റെ വണ്ടിയൊന്നും ഇവിടെ പണിയില്ല. ഇത് മറ്റേ വണ്ടികൾ മാത്രമേ ഇവിടെ പണിയുള്ളൂ അല്ലേ. ഭാരത് ബെൻസിന്റെ ഷോറൂം ഇപ്പൊ ഡെക്കത്താൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണോ നമ്മുടെ ബാഗ് റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ എത്തി നിലവില്ലേ. അപ്പൊ ഞാൻ പോയിട്ടൊരു കാര്യം ചെയ്യാം, കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. പോയിട്ടോ. ഇന്നസെന്റ് പറയണ പോലെ എപ്പോഴും നിങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ശരിയാവില്ല കേട്ടോ, എനിക്കിത് ഓടിച്ച് വലിയ പരിചയമില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇടാൻ, ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അപ്പുറത്തേക്ക് ഇടാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഇതിൻ്റെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് മാറ്റി തരണം കേട്ടോ. അവിടെയാണ് നിലവിൽ ഇത് സംഭവം ശരിയാക്കി തരുന്നത്. നമ്മൾ വേറെ ഇവിടെ സർവീസ് മാനേജറായിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു, ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് നേരെ ഇന്ന പയ്യനെ പേര് മറന്നുപോയി. അപ്പോൾ ആൾ വിളിച്ചിട്ടുള്ള പയ്യനെ തന്നെ ഞാൻ പോയി കണ്ടേ, അത് തന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയിട്ട് 1 അവറിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ആ ഓക്കെ, നിനക്ക് ക്ഷീണമില്ല, ഈ AC ഇട്ടിരിക്കുന്നതുകൊണ്ട് വണ്ടിയുടെ ഉള്ളിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത്. പകുതി കയറ്റിയാൽ മതിയായിരിക്കും, തലഭാഗം മാത്രം. തല മാത്രം കയറ്റാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മൊത്തം ഈ വണ്ടി എവിടെയെങ്കിലും കയറ്റി ഇറന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതൊരു വലിയ റിസ്ക് പിടിച്ച കാര്യമാണ്.
ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിച്ചു കേട്ടോ. നമ്മുടെ ഇതിലൊരു ബുഷിൻ്റെ കുറവുണ്ടല്ലോ ഈ കിടന്ന് അടിക്കണത്. അപ്പോൾ ഇതിനൊരു ബുഷ് ഇടിയിക്കാൻ പറ്റുമെന്ന് നോക്കണം. സമയം കഴിഞ്ഞില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിന് ബുഷും കാര്യങ്ങളൊക്കെ ഇടണം. ഇതാണ് സ്പീഡ് ഗവർണറിൻ്റെ സംഭവം. ഇതിൻ്റെ ഉള്ളിലാണ് അവൻ്റെ സ്പീഡ് ഗവർണറിൻ്റെ മറ്റേ ലൈനൊക്കെ പോണേ. അതെ അല്ലേ. നിൻ്റെ പേരെന്താ? ആൻ്റണി. എവിടെ വീട്? അടുത്ത് തന്നെയാണ്. അപ്പോൾ ആൻ്റണിയാണ് ആദ്യമായിട്ട് സർവീസ് ഷോറൂമിൽ നമ്മുടെ വണ്ടി കൈകാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യട്ടെ, എന്നാലും നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളേ. അത് പെർഫെക്റ്റ് ആക്കട്ടെ. പിന്നെ കീച്ചെയിൻ ഉണ്ട്. ആ സ്റ്റീരിയോ ഉണ്ട് വിത്ത് സ്പീക്കർ 2 എയർ പ്രഷർ ഇല്ല. ഏതാ? സിഗരറ്റ് ലൈറ്റിന്റെ അതില്ല. ഫാനുണ്ട്. സ്പെയർ വീല് സ്റ്റെപ്പിനി ഉണ്ട്. പിന്നെ വീൽ ചോക്ക് ഉണ്ടോ? മറ്റേ നമ്മൾ ഊട് വെക്കുന്നില്ലേ? അതില്ല. സംഭവം കണ്ട പൊരിയാണ് പൊരി. മഡ് ഫ്ലപ്പ് എല്ലാം ഉണ്ട്. ബാറ്ററി ഉണ്ട് അല്ലേ? ബാറ്ററി ഉണ്ട്. എല്ലാം ഓക്കെ. ടയർ കണ്ടീഷൻ എല്ലാം ഓക്കെ. ഇത് ഇവിടെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കണല്ലേ. അതേപോലെ അതായത് വണ്ടി വരുമ്പോൾ എന്തൊക്കെ സംഭവം ഉണ്ടോ അതൊക്കെ തിരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ക്യാമറ ഇല്ല അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നം. അത്രേ ഉള്ളൂ അല്ലേ? അതെ അല്ലേ. അല്ല ഞാൻ കാറുകളുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിതേപോലെ വലിയ വണ്ടികളുടെ ഷോറൂമിലൊന്നും പോകാത്തതുകൊണ്ട് അറിയില്ല. അതൊന്നുമില്ല. റോപ്പുമില്ല. അപ്പോൾ ഇത്രയധികം സാധനങ്ങളുണ്ട്. അതിൽ ഞാൻ ഒപ്പിട്ട് തരണം അല്ലേ? ഓക്കെ. ഇതിനെന്നാ എൻ്റെ ഒരു സിഗ്നേച്ചർ ഭാരത് പെൻസിൽ കൊടുക്കട്ടെ ഫ്രീ ആയിട്ട്. കാണിക്കാൻ പാടില്ല സിഗ്നേച്ചർ. ഒപ്പിട്ടോ സിഗ്നേച്ചർ ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതറിയില്ല. കാണിച്ചു കൊടുക്കില്ല. ഞാൻ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സിഗ്നേച്ചർ കാണിച്ചു തരുമെന്ന്. ഓട്ടോഗ്രാഫ് കൊടുക്കില്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു ഭാരത് ബെൻസിൻ്റെ ഷോറൂം, അതായത് സർവീസ് സെൻറ്റർ തൃശ്ശൂരിൽ ഒരെണ്ണം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് വന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ ഇത് സർവീസിൽ അവിടെ ആ ചെണ്ടയിൽ കൊണ്ട് കൊടുക്കണം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അന്ന് കാര്യപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഫുള്ള് വണ്ടികളായിട്ടാണ്. ഒരുവിധം വണ്ടികളും കാര്യങ്ങളൊക്കെ ആയി ഓൾറെഡി. ടാഗ് റിപ്പയറിങ്ങിനുള്ള വണ്ടി. ഇത് റിപ്പയർ വെയിറ്റിംഗ് ഫോർ റിപ്പയർ. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ ഡേറ്റ് ഇട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടുമോ? അല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടുമോ? കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇടുമോ ചേട്ടാ? മഞ്ഞയിടും. മഞ്ഞയെ കഴിഞ്ഞു പച്ചയാക്കും. അപ്പൊ ഇപ്പൊ പണിയുണ്ടല്ലോ. ദേ പണിയുന്ന ആള് പ്രോസസ് മഞ്ഞ ഗൈസ്. അപ്പൊ ഈ ചുമപ്പ് പോലെ ഇത് തുടങ്ങണു. അവിടെ എന്താ പറയാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, മറ്റോടത്ത് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? കറക്റ്റ് ആയില്ലേ? അതെന്താന്നറിയില്ല. നീല, ചുമപ്പ്, പച്ച പല ടാഗ് ഉണ്ട്. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഡാഡിയെ പുതിയ കുറെ അറിവുകൾ കിട്ടുമ്പോ ലോഞ്ച് എന്ന് പറഞ്ഞ് ഡാഡി ഏറ്റവും ടോപ്പിലേക്ക് എല്ലാം. അതേ ഡാഡി ഇവിടെ നിൽക്കണു. വെറുതെ പറ്റിച്ചു. ഡാഡി മോളിൽ കയറി പോയെന്ന് വിചാരിച്ചേ. ഇവിടെയാണ് കസ്റ്റമർ ലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണോ? വാച്ച്മാൻ്റെ റൂമാണല്ലോ ഇത്. വാച്ച്മാൻ്റെ റൂം. അതെ ഡ്രൈവേഴ്സ് ലോഞ്ച്. ഇത് തന്നെ ഡ്രൈവേഴ്സ് ലോഞ്ച്. നോക്കി നീ കിടക്കാനുള്ള സെറ്റപ്പാണ്. ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാൻ സുഖമായിട്ട്. ദേ കസാര ഡാഡിയെ. AC റൂമാണ് കേട്ടോ. ഭാരത് ബെൻസിന്റെ സർവീസിന്റെ നമ്മളെന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് ഇവിടെ ലോഞ്ച് ഉണ്ട്. അപ്പോൾ വന്ന് ഇവിടെ സുഖമായിട്ട് 2 പേർക്ക് കിടന്നുറങ്ങാം. AC റൂമിൽ സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. TV കാണാനുള്ള സൗകര്യമുണ്ട്. ബാത്റൂം വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇത് തന്നെ ഇല്ലേ, ഇതൊക്കെ സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ കാണുന്ന ക്ലോത്താണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇതിന്റെ വൈറ്റ് ആണ് അത്. പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇവർ കറക്റ്റായിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. അതെ ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം എന്തായാലും സംഭവമൊക്കെ അപ്പോൾ ഇരിക്കുമെന്ന് വിചാരിക്കണം. ഭാരത് ബെൻസിന്റെ ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ട് TV വെക്കണം. നിനക്ക് TV കാണാൻ വേണമെങ്കിൽ നമുക്ക് TV വെച്ച് തരാം. ഇത് വേറെ ആരോ എടുത്തിട്ടുള്ള സാധനം. അത് വേറെ ആരുടെ കുളിച്ച് മാറാനുള്ള ആള് ബാഗും മുണ്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്.
എന്തിനാ കിടക്കാനുള്ള സുഖം കൊണ്ടാണ്. ക്ലാമ്പ് വേണം. അത് നമ്മള് ബാലൻസിന്റെ ഷോറൂമിൽ കംപ്ലൈന്റ് കണ്ടുപിടിച്ചു. അതായത് ഇവിടെ മറ്റെന്താ പറയാ, ഇതില്ല, ക്ലാമ്പില്ല. ക്ലാമ്പ് ഫിറ്റ് ചെയ്യണം. AC റൂമില് സുഖിച്ച് നമ്മളെ വണ്ടി തന്നെ പഠിക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കാം. ആ ഡോർ അടച്ചോളാ, AC നടന്നോളാം. നമ്മള് വല്ല വണ്ടി പഠിക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കാം. വണ്ടി പഠിക്ക് ചിലപ്പോ ഒരു ദിവസവും, ചിലപ്പോ 2 ദിവസവും, ചിലപ്പോ 3 ദിവസവും. ആ സമയത്ത് ഡ്രൈവർ റൂം എടുത്ത് പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുള്ള പറ്റുന്ന കേസല്ല. അപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യം അതാണ് ഭാരതൻസ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ മറ്റേ ടാറ്റയിലൊക്കെ ഇങ്ങനെയുള്ള സംവിധാനം കൊടുക്കണ്ടാവുമോ? എന്തായാലും സംഭവം കലക്കി, അതല്ലാതെ പറയാൻ പറ്റില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല 2 ആഴ്ച 3 ദിവസം 4 ദിവസം കൊടുക്കും എന്നുള്ളത് ഡ്രൈവർമാർക്ക്. ഈ കണ്ട വണ്ടി ഡ്രൈവർമാർക്ക് കൂടെ ഒന്ന് കിടക്കാം. അങ്ങനെയല്ലടാ, ഇപ്പൊ നമ്മള് വല്ലപ്പോഴത്തേക്കും ലോങ് അവർക്ക് അറിയും അല്ലെ, ലോങ് ഇടയിൽ വെച്ച് പണി കിട്ടുകയാണെങ്കിൽ. ആ വണ്ടികൾ ഇപ്പൊ ഇവിടെ വന്ന് ഹൗസിംഗ് കേടായി, അല്ലെങ്കിൽ എഞ്ചിൻ പെട്ടെന്ന് ഫെയിലിയർ ആയി, അത് പണിയണം, 3 ദിവസം വേണം. ആ ഡ്രൈവർ പിന്നെ ഹോട്ടലിൽ ഇത് പോയി കിടക്കാൻ പറ്റുമോ അയാൾക്ക്? അപ്പൊ അതിനുള്ള സൗകര്യം ആയിരിക്കും ഇതെന്ന് ഞാനും വിചാരിക്കണം. എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് കിടന്നോളാം. അല്ല, വണ്ടി വേറെ എവിടെയോ പണി നടക്ക, ആള് ഇവിടെ വന്നിട്ട് വേറെ എവിടെയോ ഇനി വീട്ടിലെന്താ അലമ്പിട്ടാലും ഓടൊന്ന് കിടക്കാം. അതുകൂടെ ചേട്ടന്റെ ഞങ്ങളിവിടെ ഡ്രൈവർമാർക്ക് കൊടുക്കണമെന്ന് ഡ്രസ് കുടിച്ച് മാറി മാറിയല്ലേ. ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൊടുക്കണ്ടോ അറിയില്ലല്ലോ. സൗകര്യങ്ങളൊക്കെ ഇല്ല. അതല്ല, ഞാൻ വലിച്ചിട്ട് ഇറങ്ങിയ നേരത്തെ അല്ല കയറിയത് ഇങ്ങനെയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ അത്ര സെറ്റപ്പില്ലാണ്ട് വലിയ തടിയുള്ള ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോ പ്രശ്നം വരും. ഇത് കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള സൗകര്യങ്ങള് ഇപ്പോഴൊക്കെയല്ലേ വന്നു തുടങ്ങിയത്. ചേട്ടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ വണ്ടി ഒരു 5 ദിവസം കംപ്ലൈന്റ് ആയിരിക്കാം, വണ്ടിയുടെ എഞ്ചിൻ പടി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡ്രൈവർമാർക്ക് ഫുള്ള് കൊടുത്ത അവസരം ഫുഡ് അല്ലെ ഞാൻ ചോദിക്കുക. അല്ല, ഇത് ഭയങ്കര സൗകര്യമല്ല. ഇതെല്ലാം ഭാരത് ബെൻസിന്റെ ഇതിലുണ്ടോ, സർവീസ് സെന്ററിലുണ്ടോ ഈ പരിപാടി? ഉണ്ടല്ലേ, അതുപോലെ എങ്ങനെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? അതപ്പൊ നമുക്കറിയാത്ത കൂടെ ഉണ്ടാവുമായിരിക്കട്ടോ ചിലപ്പോ. അല്ലല്ല അല്ല അവന്റെ ഉണ്ടാവും ചിലപ്പോ. ഞാൻ അവന്റെ കമ്പനിക്കാരെ വന്നിട്ട് തെറിവ് പറയതില് അങ്ങനെ പറ. ഓക്കെ, അറിയില്ല, ചേട്ടൻ അറിയില്ല. അറിയേണ്ട ഒരാളുണ്ട്. പക്ഷെ അത് പറഞ്ഞ ചേട്ടനാണ്, വണ്ടികളിൽ കിടക്കാനുള്ള സൗകര്യം അല്ല, നല്ല സൗകര്യം കേട്ടോ. പുതിയതായി കാരണം. അതെ അതെ. ടിവിയുടെ റിമോട്ട് എവിടെയാന്ന് പറഞ്ഞിട്ടും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റാണ്ട് തോന്നി. ചായ കിട്ടണോ അവിടെ? ചായ പോലും കിട്ടില്ല. ചായ ഒന്നും കിട്ടില്ല. താമസിക്കാൻ സൗകര്യം ഒന്നും പോരല്ലേ? അടുത്തെങ്ങാനും അല്ലേ? നമ്മളിപ്പോ സ്വർണ്ണക്കടയിലൊക്കെ പോയി കഴിയുമ്പോ അവര് കുറച്ച് ചായ വെള്ളം വേണമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മറ്റേ ഇത് പൈസ കൊടുക്കണ്ടേ? ഇതൊക്കെ എന്താ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പീഡ് ഗവർണർ നന്നാക്കാൻ 500,000 രൂപ ആയി വിചാരിക്കാം. 3 പേര് 5 ചായ വെച്ച് വന്നോട്ടെ. ചായ കുടിച്ചാലും പോവാന്ന് തൃശ്ശൂര് ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊന്നും കിട്ടും. നിങ്ങളെ കോഴിക്കോട് കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ തൃശ്ശൂര് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് വന്നതിന്റെ ഒരു അഹങ്കാരേ. ഡ്രസ് മാറിക്കോട്ടെ, നീ അതിന്റെ വീഡിയോ എടുക്കണ്ട. ഓയിലാടാ, വണ്ടിയുടെ ഓയിലാണ്. ആഡ് ബ്ലൂ ആണ് അത്, ആഡ് ബ്ലൂ. അതായത് ഇപ്പോൾ ഈ പുതിയ വണ്ടികൾക്ക് ഡീസൽ എൻജിൻ വരുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും ഡീസൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ടാങ്ക് കൂടി അഡീഷണൽ ഉണ്ടാവും, 20 ലിറ്ററിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ടാങ്കിൽ നമ്മൾ കഴിയണ ഒരു 5000-10,000 കിലോമീറ്റർ ആകുമ്പോൾ ഈ സാധനം ഓയിൽ ചേഞ്ച് അല്ല,
ഈ സാധനം തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ റേഡിയേറ്ററിലെ വെള്ളവും ഡീസലും പോലെ തന്നെയാണ്. ഇപ്പൊ BS6 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വണ്ടികളൊക്കെ ഇങ്ങനെ, നിങ്ങൾക്ക് ഇത് അറിയില്ലായിരിക്കും അല്ലേ, പുകയുടെ ഇതിന്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പോൾ ഓയിലിനേക്കാളും കൂടുതൽ ചിലവുള്ള സാധനമാണ് ഇപ്പോൾ AdBlue. കാരണം ഇത് നമ്മുടെ വണ്ടിക്കൊന്നുമില്ല. നമ്മുടെ 20 ലിറ്റർ അടിച്ചാൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം ശരിയാണോ തെറ്റാണോ എന്നുള്ള അറിയില്ല. ഒരു 10,000 കിലോമീറ്ററെങ്കിലും പോകാതിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് അറിയില്ല, നമുക്ക് AdBlueൻ്റെ ഇതില്ലല്ലോ. ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായേ. ചായക്കട തീയായിട്ട് പുറത്തുണ്ടാവും എന്ന് വിചാരിക്കണു അല്ലേ. നടന്നങ്ങോട്ട് പോവാം. ഡെക്കത്തലോൺ സൈക്കിള് സർവീസ്. ഇത് വാഷിംഗ് അല്ലേ ചേട്ടത്? വാഷിംഗ് ഇവിടെയാണ്. മറ്റുള്ള പണികളൊക്കെ ഉള്ളിലല്ലേ. എൻ്റെ സൈക്കിൾ വരെ ഉണ്ട്. ഇതേവരെ 6 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാ. 3 കൊല്ലം ഈ വഴിക്ക് വന്നിട്ടില്ല. അത് ഇന്നും ചെയ്തില്ല. ശരിയായിരുന്നു. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടിയ സാധനം മുട്ട ബജ്ജി, മുളക് ബജ്ജി, കായ ബജ്ജി അല്ലേ. ഇത് ബജ്ജിയുടെ വലിപ്പമാണ്. അതുപോലെ മുളകാണെങ്കിലും ഉണ്ടായിട്ടില്ലേ, മുളക് ബജ്ജിയുടെ വലിപ്പം നോക്കിയത് നല്ല സൈസ് വലിപ്പമാണ്. അല്ലാണ്ട് കുഞ്ഞിതല്ല അല്ലേ. സാധാരണ കടയിൽ ഇതിൻ്റെ പകുതിയല്ലേ ഉണ്ടാവാറുള്ളൂ. വലിയ കായ അടിപൊളിയുണ്ട് കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചെത്തിയിട്ട് പണി കഴിഞ്ഞോ എന്താ എന്നുള്ളത് അറിയില്ല. ചെന്നിട്ട് നമ്മുടെ മറ്റേ ടാഗാണോ അതേപോലെ തന്നെ നീല ടാഗാണോ ചുമപ്പ് ടാഗാണോ അവരിട്ടേക്കണേന്നുള്ളത് നോക്കട്ടെ. ഗൈസ് കഴിഞ്ഞു കണ്ടോ. റെഡി ഫോർ ഡെലിവറി. ഇല്ല, നിസ്സാര സമയത്തിലുള്ള സംഭവം തീർന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി തിരക്ക് വന്നപ്പോൾ തീരെ പണി കുറഞ്ഞ വണ്ടിയാണെങ്കിൽ വേഗം പോട്ടേന്ന് വെച്ചു. അതാണ്. ഇതിന് നിന്റെ ഡൗട്ട് മാറിയില്ലേ. ഇതാണ് AdBlueൻ്റെ ടാങ്ക്, ഇതാണ് ഡീസൽ ടാങ്ക്, ഇതാണ് ആ ടിൻ. കണ്ട ആ ടിന്നിപ്പോൾ മനസ്സിലായില്ലേ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വണ്ടി ഓടിക്കാൻ മാത്രമേ അവനെ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട എന്താന്ന് മനസ്സിലാക്കണ്ടേ. ഒരു ദിവസം ഒന്ന് വെറുതെ കൂടെ ഇല്ല സിസ്റ്റം വേറെ. ഇത് ഇപ്പൊ ഇതിന് കമ്പനി കാണാൻ ഇത് ഇവരുടെ കമ്പനി തന്നെ മേടിച്ചു വിളിക്കണം. അല്ല അത് നോക്കിയിട്ട് കാര്യമില്ല. സർവീസ് കഴിയണ വരെ നമ്മൾ എന്തായാലും കമ്പനിയിൽ തന്നെ ചെയ്യാൻ പറ്റും. കമ്പനി ചെയ്യാൻ എപ്പോഴും നല്ലത് കാശുണ്ടെങ്കിൽ. അതാ പറഞ്ഞ കാശുണ്ടെങ്കിൽ എപ്പോഴും കമ്പനി സർവീസ് ഏറ്റവും നല്ലത്. ഇതിന് കളറും സംഭവങ്ങളൊന്നും ഇല്ല, വൈറ്റ് കളർ അല്ലേ ഫുള്ള്. നീയല്ലേ നമ്മുടെ മറ്റേ സംഭവം ശരിയാക്കി ഇത് ഓക്കെ ആയിടാ. ഇതാ ഓട്ടം തീരുമാനിച്ചിട്ടില്ല, എടുത്തിട്ടുള്ളൂ. ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. ചേട്ടനോട് അഭിപ്രായം ചോദിക്കാം, എന്തോടിയാ രക്ഷപ്പെടും. ഞാൻ 50 രൂപയ്ക്ക് ഓടുന്നെങ്കിൽ നിങ്ങൾ 40 രൂപയ്ക്ക് ഓടാൻ നിൽക്കണം. ഈ വണ്ടിക്കൊക്കെ എത്ര CC അടങ്ങും? 1 ലക്ഷം രൂപയുടെ CC അടങ്ങും. ഒരു മാസം എത്ര രൂപയ്ക്ക് നിങ്ങൾ ഓടണം? 1 ലക്ഷം രൂപ നിങ്ങൾക്ക് 2, 4, 5, 6, 12 ടയർ, ഒരു ഡ്രൈവർ, ഇതിന്റെ മെയിൻ്റെനൻസ് എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര രൂപ ബാലൻസ് നോക്കണം. നിങ്ങൾ കണക്കൂട്ടിക്കും. നിങ്ങൾ എന്ത് ഓടിയാൽ നിങ്ങൾക്ക് മെച്ചം ഉണ്ടാവും. ഒരു ഓട്ടം പോയ ടോള്, ചെക്ക് പോസ്റ്റ്, ഇറക്കുകൂലി, കെട്ടുകൂലി, പിന്നെ അതിൽ എന്തൊക്കെ മാമൂലുകളുണ്ടോ അത് മൊത്തവും നമ്മൾ കൊടുക്കണം. അത് ഈ കമ്പനിയുടെ ഇവന്മാര് മേടിച്ചെടുക്കും, നമുക്ക് തരില്ല. എന്നാ ചോദിക്കും ലാഭം ഇല്ലയോ. ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കണം, സമ്പാദിക്കാൻ. പണ്ടൊക്കെ സമ്പാദിക്കാൻ, ഇപ്പൊ സമ്പാദ്യമല്ല, ഒരു രസം. അല്ലാതെ അതുകൊണ്ട് ജീവിക്കാനൊന്നും വലിയ പാടാണ്. നമ്മളൊരു 50 ലക്ഷം രൂപ, 55 ലക്ഷം, ഇതൊക്കെ 60 ലക്ഷം രൂപ അല്ലേ. 60 ലക്ഷം രൂപ കൊടുത്ത് ഒരു സാധനം എടുത്താൽ 1 ലക്ഷം രൂപ ബാലൻസ് ഇല്ല എന്ന് പറയണേ. ടാക്സും പെർമിറ്റും അടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഒരു ദിവസം മാറ്റി വെക്കണമെന്ന് ചിന്തിച്ചു. അത് ശരിയാ. മിനിമം ഒരു 3000 രൂപ 4000 രൂപ വേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. ഒരു ഡ്രൈവറെ നിങ്ങൾ ഇതിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓടിക്കുന്നത് വെച്ചോ. നിങ്ങൾക്ക് ഒരു ദിവസം ശമ്പളം വേണോ, 3 നേരം ആഹാരം കഴിക്കണോ, അതിനുള്ള വകയെങ്കിലും കിട്ടണ്ടേ. ഒരു ദിവസം മെനക്കെട്ടാ ഒന്ന് കണക്കൂട്ടിക്കോ, അന്നേരം മനസ്സിലാവും വണ്ടി എങ്ങനെ. ഞാൻ കുറ്റം പറയാനല്ല, അതുകൊണ്ടെല്ലാം നന്നായിരിക്കും. മക്കളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് 5000 രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? 3, 5, 15 ഒരു മാസം ആകുമ്പോൾ 10,000, 1,50,000. ദൈവമേ, ഞാനിപ്പോ ആളെ എല്ലാം പറയണ കേട്ടിട്ടേ പേടിച്ചിട്ടാ നിക്കണേ. അല്ല, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാണ്ട് അതെ അല്ലേ. ചേട്ടാ ഇത് ആദ്യമായിട്ട് തുടങ്ങിയതാ, രക്ഷപ്പെടില്ല എന്നാണ് അപ്പൊ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നോക്കി കണ്ടും നോക്കി നിന്നാൽ രക്ഷപ്പെടാം അല്ലേ. നിങ്ങളൊരു 5000 രൂപയുടെ ഒരു വാടകയ്ക്ക് ഓടാൻ നിന്ന് അടുത്ത് നിൽക്കുന്നവർക്ക്
ഞാൻ ഒരു 3000 രൂപ കൊടുത്തത്. കാരണം അവന്റെ പഴയ വണ്ടി അവന് ചെലവില്ല, അവന് CC അടയ്ക്കുന്ന അവന് ചെലവിൽ ഒന്നുമില്ല. ഇപ്പോഴത്തെ പുതിയ വണ്ടിയൊക്കെ എത്ര രൂപ CC അടയ്ക്കണം? അപ്പൊ അവനങ്ങനെ ഓടാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ ഈ വണ്ടി ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമുള്ളത് ഇതേപോലെ ആഡ്ബ്ലൂ വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അത് വേണേ ഞാൻ നോക്കി ബസ്സൊക്കെ എന്ന് പറയാൻ നമ്മുടെ വീട്ടിലൊരു ബസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആനയുണ്ടെന്ന് പറയണ പോലെ. എടാ സംഭവം ശരി, ആഡ്ബ്ലൂ എന്തായാലും ഫില്ലായി. ഇപ്പൊ ചേട്ടൻ എവിടേക്ക് ലോഡ് കൊണ്ട് പോണേ? അപ്പൊ കാക്കനാട്. ഇവിടുന്ന് ഇട്ടിമട എന്ന് പറയുന്നത് നമ്മുടെ പാളയാറ് കഴിഞ്ഞിട്ട്. ഓക്കെ. എന്തായാലും കുറച്ച് കാര്യങ്ങളും അറിയാൻ പറ്റിയത് നന്നായി. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. പായ കെട്ടാൻ ഇങ്ങനെയാകുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടോ നമ്മളുടെ ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടേ പായ കെട്ടാൻ ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചു. അത് പ്രശ്നമൊന്നുമില്ല അല്ലേ, കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ പായ കെട്ടി വന്നിട്ടുള്ളത്. ഇത് ബാറ്ററി ഇങ്ങനെയാണ് കേട്ടോ കമ്പനി വരുന്നപ്പോ ഇവിടെ. കമ്പനി ഇങ്ങനെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഈ 14 വീലാവുമ്പോ ഇവിടെയാണല്ലേ ബാറ്ററി? ഓ ഓ ഓ, ഇത് പുത്തൻ വണ്ടിയല്ലേ? പുത്തൻ വണ്ടി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 3 ലക്ഷം കിലോമീറ്റർ ആയി. അല്ല അപ്പൊ എത്ര കൊല്ലായി വണ്ടി? ഈ വണ്ടി 2.5 വർഷമായി. 2.5 വർഷം കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ആയി. അപ്പൊ ഞാനിപ്പോ 2-3 മാസം ഈ വണ്ടി എടുത്തു. വേറെ ഐഷർ ആയിരുന്നു ഈ കമ്പനിയുടെ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അളിയനും ഡാഡിക്കും അറിയാൻ പറ്റിയില്ലേ? എനിക്കിത് മുന്നേ അറിയായിരുന്നു. ഞാനത് പറയാണ്ട് എനിക്ക് കുറച്ചറിയായിരുന്നു, ഇവർക്ക് അറിയാത്തേ ഉള്ളൂ. അപ്പോൾ സ്പീഡ് ഗവർണറിൻ്റെ പേപ്പർ, ഈ സ്പീഡ് ഗവർണറിൻ്റെ പേപ്പർ ഞാൻ സാധാരണ നമ്മുടെ മാസത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് സാധാരണ ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമുക്ക് ഈ പേപ്പർ തരാറ്. കാരണം റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും. അതിന് 800 രൂപയാണ് സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ കേട്ടോ. അതാണ് നമുക്കറിയുള്ളൂ. മസ്തയിൽ ഷോറൂമിൽ സാധാരണ ഇതിന് 1100, 1000 ആണോ 1100 അത്രയും കണ്ട് അവിടെയും ചിലവുണ്ട് ഈ സാധനത്തിന്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ തണവും തന്നു, നമുക്ക് ലോഞ്ചും തന്നു, എല്ലാം തന്നിട്ടും ഇവിടെ വെറും 400 രൂപ ഈ പേപ്പറിന് മേടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ തണവും ലോഞ്ചും കിടക്കാൻ സൗകര്യമൊക്കെ തന്നു, ബാത്റൂം സൗകര്യം ഒക്കെ തന്നിട്ടും ഇവര് വെറും 400 രൂപ. ഇതൊന്നുമില്ലാത്ത സ്ഥലത്ത് 1100. അപ്പൊ ഇതൊരു നല്ലൊരു ഇതാണ്. അപ്പോ ഞാൻ നല്ലൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 400 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പീഡ് ഗവർണർ ശരിയാക്കി പോവാം. അപ്പൊ ആ പേപ്പർ നിസ്സാര പൈസയിൽ കഴിഞ്ഞാൽ ഒരു കൊന്ന് പൈസ വേണമെന്ന് വിചാരിച്ച സാധനം സ്പീഡ് ഗവർണറിന്റെ പേപ്പർ സംഭവം അത് നിസ്സാര പൈസയിൽ തീർന്നു. അപ്പോൾ ഹാപ്പി. അപ്പോൾ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഭാരത് ബെൻസ് പുറത്ത് അങ്ങനെ കൊടുത്ത് എന്താ പറയുക, നമ്മളുടെ സ്പീഡ് ഗവർണർ നശിപ്പിക്കാൻ നിൽക്കണ്ട, കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി പെർഫെക്റ്റ് ആക്കി തരും. 60 കട്ടാണ് ഇപ്പോൾ, ഒന്നും നോക്കണ്ട, ടോപ്പായി. പിന്നെ ഇനി അടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഇത് കിട്ടി, ബില്ല് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്തു പോവാ. നീ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബില്ല് കയ്യിലേക്ക് തരും. അതേപോലെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പുറത്തെ ഒരു 1400 ഇപ്പുറത്തെ ഒന്നും തൊട്ടിട്ടില്ലല്ലോ. സർവീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചോട്ടെ, പക്ഷെ മറന്നു പോയിട്ട് പെട്ടെന്ന്. അശ്വിൻ എന്നാണ് പേര്. അപ്പൊ ഇവന്റെ അടുത്ത് വരും ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഞാൻ വരും എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ മറ്റേ കാര്യം ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചോ, എന്നാണ് അതിന്റെ പരിപാടി? കിട്ടണില്ല അല്ലേ? എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ പുതിയതായിട്ട് ഷോറൂം തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീ ചെക്കപ്പ് ഭാരത് ബെൻസ് എല്ലാ വണ്ടികൾക്കും കൊടുക്കണ്ട്. ഏത് മോഡൽ വണ്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലും ഫ്രീ ആയിട്ടുള്ള ജനറൽ ചെക്കപ്പ് ഫ്രീ ആണ്. പിന്നെ എന്തെങ്കിലും പാർട്സ് മാറ്റുകയാണെങ്കിൽ അതിന് എത്രയോ ശതമാനം, 10%, 5% അങ്ങനെയായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും കൊടുക്കേണ്ടെന്ന് പുള്ളി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ചേട്ടൻ ആൾ പറഞ്ഞത്. അപ്പോൾ ആൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്, ആൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ വരുന്ന ഡേറ്റ് കറക്റ്റ് കൺഫേം ആയിട്ട് ആൾ വിളിച്ച് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഒന്ന് ജനറൽ ചെക്കപ്പ് ചെയ്യിപ്പിച്ചോളൂ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വഴിക്ക് പോകണമെങ്കിൽ ഞാനും കൊണ്ടുവന്ന് ഒന്ന് ജനറൽ ചെക്കപ്പ് ചെയ്യിപ്പിക്കും. കാരണം ഇവരൊന്ന് കൈവച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. പക്ഷേ ഇവർ അത് മാറ്റി ഇത് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഷോക്ക് അബ്സറിൻ്റെ കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ടൈം വേണം അല്ലേ? അതെ, ചെയ്യാമെന്നല്ലേ? വിളിച്ചാൽ മതി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഷോക്ക് അബ്സർ കിടന്ന് ക്യാബിൻ്റെ അടിയിലുള്ള ഷോക്ക് അബ്സറിൻ്റെ ബുഷ് പോയ കാരണം അത് അടിക്കുന്നുണ്ട്. പക്ഷേ അവർ ജാക്കി വെച്ച് അത് ഊരിയെടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഇടുന്ന സമയത്ത് കുറച്ച് സമയം വേണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. മറ്റത് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഈ പേപ്പർ മേടിച്ച് പോകും.
സീറ്റ് എടുത്ത് കളയാം. സീറ്റ് ഏത് ഈ സീറ്റ്? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ആ സീറ്റ് എടുത്ത് കളയാം. ആ. അവിടെ മൊത്തം പെർത്ത്. അപ്പൊ എടുക്കാനോ ഇരിക്കാനോ കാല് നീട്ടി വെക്കാനോ ഇതേപോലെ നമ്മൾ കുത്തനെ ഇരിക്കേണ്ട അപ്പൊ ചാരിരിക്കാൻ പറ്റുമോ? ചാരിന്റെ ബാക്കിൽ പോയിട്ട് ചാരി ഇരിക്കണം. കാല് നിവർത്തി വെക്കാവോ? കാല് നിവർത്തി വെച്ച് പിന്നാക്കം ചാരിയാക്കണം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കിടക്കുകയും ചെയ്യാം, എന്താ പറയാ, സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കുകയും ചെയ്യാം. മൊത്തത്തില് പിന്നെ ഇങ്ങനെ ഇരുന്നേ വർത്താനം പറയാൻ ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് അപ്പൊ അതൊരു നല്ലൊരു പരിപാടി ഞാൻ നോക്കിയിട്ട്. പിന്നെ ഇതിപ്പോ എനിക്ക് ലൈറ്റിനെ സ്വിച്ച് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഏതൊക്കെ 2-3 ലൈറ്റ് കത്തി. അതെ, അതില് റിമോട്ടില് ലൈറ്റ് എന്നുള്ളത് കൊണ്ട് എസിയുടെ റിമോട്ടില് അതില് നീ പറഞ്ഞ പോലെ തന്നെ കവർ ലൈറ്റ് ഇട്ടാ ലൈറ്റ് കിട്ടും. ലൈറ്റ് ലൈറ്റ് അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് ഉള്ളില് ഫുൾ ലൈറ്റ് ആയി. ശരിക്കും ഈ ലൈറ്റ് ഒന്നും ആംബിയൻസ് ലൈറ്റ് ഒന്നും ആവശ്യമില്ല. ഇവിടെ ലൈറ്റ് ആണല്ലോ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരപ്പുറപ്പിൽ പോയി നിന്ന പോലെ ലൈറ്റ് ആയി. ഇപ്പൊ അപ്പുറത്ത് ഇട്ടാം അല്ലേ? പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നീല ലൈറ്റ്. അപ്പൊ ഇങ്ങനെ മാറി മാറി ഒരു രസത്തിനൊക്കെ എങ്ങനെ ഇടാം. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ടൂർ പോകാൻ കൂടുതൽ ഇഷ്ടം. ഓടൊന്നും കേൾക്കാൻ നിൽക്കണ്ട, വെറുതെ കാല് വെട്ടി ഓടിച്ച് പോകാൻ. എല്ലാവർക്കും കൂടിയിട്ടേ വീട്ടുകാർക്ക് കൂടിയിട്ട് ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ, പിള്ളേരെ കിടത്താൻ സ്ഥലം ഉണ്ട്. എല്ലാവർക്കും കൂടി ഇതിലാ പോവാ. നീ കിടന്നുറങ്ങാനും പേടിക്കണ്ട. കാരണം ബാക്കിൽ പെട്ടി വിശാലായി കിടക്കാൻ 2 പെട്ടെടുത്തിട്ടാ മതി. ഒരു ചെറിയ മൂത്രപ്പേരെ സെറ്റ് ചെയ്യാം. കുഴപ്പമില്ല. നോക്കിയിട്ട് നല്ലൊരു പരിപാടിയാ. മുകളിൽ ടർമായി വലിച്ചു കിട്ടിയാൽ മതി. ഹോട്ടലിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നല്ലൊരു ഐഡിയ അല്ലേ? ഫാമിലി ട്രിപ്പ്. അപ്പൊ അത് നോക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഗിയർ മാറ്റാൻ മറന്നുപോയി. ഇനി ഒരു ഗിയർ ബാലൻസ് ഉണ്ടായിരുന്നു. കുറെ ഉള്ള തന്നെ ഇത് മാറ്റി മാറ്റി തീരുന്നത് അറിയട്ടെ. അതന്നെ ഇപ്പൊ RPM കൂടുതൽ വരുമ്പോഴാണ് ശ്രദ്ധിക്കണത്. ഇനിയിപ്പോ 60 മൈൽ സ്പീഡിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫുൾ സ്പീഡ് കിട്ടാം. നേരത്തെ കറക്റ്റ് തന്നെയായിരുന്നു. കട്ടിങ് ഒന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അതിപ്പോ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതിലൊക്കെ 60 കട്ടായി കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ പോകുന്നില്ല. ചില സമയത്ത് പോകുമ്പോൾ മെന്റലാവും. 6 ലൈനിലൊക്കെ ഇങ്ങനെ അരിച്ചരിച്ച് ഫീലാവും. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡീസൽ കുറച്ച് അടിച്ചിട്ട് പോവാം കേട്ടോ. ആ നടത്തൊരു പമ്പില്ലേ, അവിടെ നിർത്തിയിട്ട് ഇതിൽ എത്ര രൂപയ്ക്കാണോ ഡീസൽ അടിക്കുക, അതിൽ ചെറുതായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടത്തിനൊക്കെ ഓരോന്നും മടക്കി അടിക്കാൻ നമുക്ക് ഇതിലാണ് കെട്ടി വെച്ചപ്പോഴാണ് ഒരു സമാധാനം. AC നല്ല സുഖം, നല്ല കൂളിംഗ് ഉണ്ടായേ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇത് വരും, ക്ഷീണം വരും, ഭയങ്കര ക്ഷീണം വരും. അടുത്തേക്ക് ചിലപ്പോ എന്താ പറയുക ടിപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ നമ്മൾ ഒരു സൈഡ് 40-30 കിലോമീറ്റർ, ഇപ്പൊക്കെ 20 കിലോമീറ്റർ തയ്ച്ചുള്ള ഓട്ടങ്ങളാ ഉള്ളൂ. ഈ കിലോമീറ്റർ കൂടുതലുള്ള ഓട്ടം വരുമ്പോ എന്ന് പറഞ്ഞാലേ നമുക്ക് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ സുഖമാണ്. നമ്മുടെ ബാറ്ററി ഒക്കെ ഫുള്ളല്ലേ കാണിക്കണേ? ഫുള്ള് ബാറ്ററി. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടേ ഒരു മണിക്കൂറിന്റെ മുകളിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ പോരാ, അതിൽ കൂടുതൽ ഈ സെറ്റും സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടാ ഓഫ് ചെയ്തിട്ടേ ഉണ്ടായില്ല. അപ്പൊ ആ സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല, പെർഫെക്റ്റ് ആയിരുന്നു. ഇവിടുന്ന് വളഞ്ഞു കിട്ടണം അല്ലേ? ഇങ്ങനെ പൊട്ടിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ജില്ലക്കടെ ഫ്രണ്ട് വരെ ഇപ്പുറത്തെ ജില്ലക്കടെ ബാക്ക് വരിക, അതൊക്കെ നോക്കാനുണ്ട്, അത്രമാത്രം തന്നെ ഉള്ളൂ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ബൈക്കുകാർ അവിടുന്ന് കയറി അല്ലെങ്കിൽ ഇവിടുന്ന് മുന്നിൽ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ലൈനിക്കടെ ഇങ്ങനെ ഒറ്റയടിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് പോവാം, ഇത് കുഴപ്പമില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ആൾക്കാർ കയറുമ്പോൾ ശരിക്കും കിട്ടും. ഡീസൽ എത്ര രൂപയ്ക്കാണോ ഇതിൽ സാധാരണ അടിക്കുക? 30,000 രൂപയുടെ ഡീസൽ അങ്ങോട്ട് കൊള്ളുമെന്നാണ് എന്റെ ഒരു അറിവ്. 30,000 രൂപ ഫുൾ ടാങ്ക്. ഇത് എത്ര ടാങ്ക് ഉണ്ട് ഇതില്? ഒരു ടാങ്ക്. എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു 5,000 രൂപ അടിക്കേണ്ടി വരും. 5,000 അടിച്ചു കഴിഞ്ഞാൽ ഒന്നാവില്ല കേട്ടോ. അതെ, പക്ഷെ സാധാ വണ്ടിയിൽ തന്നെ 5,000 വരും ഫുൾ ടാങ്ക് പോവും. അതെ, അത് ശരിയാണ്. 4,000 ചില്ലറത്തിനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മീറ്ററിലേക്ക് നോക്കാം, അടിക്കാൻ പറയാം. ഒരു അര ടാങ്കിന് താഴെയായിട്ട് നിർത്താൻ പറയാം. അര ടാങ്കിന് താഴെ ഭയങ്കര നല്ല കാശുണ്ടാ. ഡീസൽ അടിക്കാൻ അപ്പൊ മതി, 5,000 മതി, ഉള്ളത് വെച്ചാൽ അടിക്കാം. ഡീസൽ അടിക്കാൻ ഇത്ര വലിയ വണ്ടി എടുക്കുകയും ചെയ്തു. തൊട്ടടിക്കാൻ പൈസ ഡീസലിന് കടന്നു ചോദിക്കേണ്ട ഗതികേടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് മൈലാണ്, അത് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്തപ്പോഴേ അത് ആകെ തവിട് കൂടിയായി. കാരണം പെയിന്റ് അവിടെ ഇവിടെ പോയി. അതൊരു കവർ ഇട്ടാ മതി, കവർ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അവർ ഇവിടെ ഇടും. ചെറിയ ചെറിയ പാടുകൾ വന്നപ്പോ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്തു, അത് സ്പ്രേ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പാട്ട് ചൂട്ടായി, അതുപോലെ ഇവിടെ ഒരു പാട്ടും ചൂട്ടുണ്ട്. അപ്പൊ അതൊന്നും
ശരിയാക്കി എടുക്കണം. അങ്ങനെ പ്രശ്നമുണ്ട് നിലവിൽ. അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അല്ലാതെ ചിലപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഓടി തുടങ്ങുന്നതിനേക്കാൾ മുന്നേ അതിൽ ചെയ്യാനുള്ള ചെറിയ ചെറിയ കേസുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓട്ടം നടക്കില്ലാന്ന്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്ത് ഓടണ്ടേ, വണ്ടി ഓടണ്ടേ, അതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാം. അല്ല നല്ലത്. അളിയും വണ്ടിയിലോ ട്രിപ്പ് പോയിട്ടുണ്ടോ? ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഈ ലീവ് കഴിഞ്ഞ് പോണേക്ക് മുന്നേ ട്രിപ്പ് ഉണ്ടാവോ? ഇല്ല, അത് പറയാം. അതുണ്ടാവില്ല എന്തായാലും. അതുകൊണ്ട് അത് കഴിഞ്ഞ് തന്നെ അവിടുത്തെ ആൾക്കാർ പറയും നീ ട്രിപ്പ് പോയി കുളം പറയും. സ്ഥിരമായിട്ട് ഇപ്പൊ കുളം പറയും. AC അല്ലേ? ഇപ്പൊ 2 സൈഡായി. അങ്ങനെ നമ്മള് പമ്പിലേക്ക് എത്തി അല്ലേ? ഇനി എത്ര കേറുന്ന അറിയില്ല. എത്രക്ക് കയ്യിലുള്ള കാശ് കൊടുത്ത് അടിയന്നെ, അല്ലാണ്ട് ഇതിന്ന് അറിയില്ല. വയറ് നിറച്ചും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഉള്ളതുകൊണ്ട് മണപ്പിക്കാം. ഗൂഗിൾ പേ ആണെങ്കിൽ വർക്ക് ചെയ്യണില്ല. നോട്ടെ 1 2 1 2 3 4 5 മതി. 5 മതി. ബാക്കി ഇരുന്നോട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നാലോ. വണ്ടി മേടിച്ചിട്ട് ഇതേപോലെ ഡീസൽ അടിച്ചിട്ടില്ല. എറണാകുളം പോയി തിരിച്ചു വന്നു. അതുപോലെ പോയി തിരിച്ചു വന്നു. അതേപോലെ എല്ലാ സ്ഥലത്തും പോയിട്ടും നമുക്ക് ഡീസൽ അടിക്കേണ്ട വന്നിട്ടില്ല. അപ്പൊ ഒരു 1/4 ടാങ്ക് ഡീസലിന്റെ മോഡിൽ ഉണ്ടായിരുന്നു നമുക്ക് വണ്ടി തരുന്ന സമയത്ത്. അതിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് 1/4 ടാങ്കിനും തൊട്ട് താഴെ ചുമപ്പിന്റെ ഉള്ളിലേക്ക് ആയിട്ട് കണ്ടോ, അത്രയാണ് ഇപ്പൊ നിൽക്കുന്നത്. എറണാകുളം പോയി വന്നു. എറണാകുളം പോയി വന്നല്ലോ. എന്നിട്ടും ഇത്ര ലേശാണ് കുറഞ്ഞിട്ടുള്ള സംഭവം. പക്ഷെ ആ 1/4 ടാങ്ക് പറയുന്നത് ആവാനായിട്ട് കുറെ പൈസ വേണ്ടി വരും. അതാ ലിറ്റർ എത്ര ലിറ്റർ വേണ്ടി വരും 1/4 ടാങ്ക് ആവണെങ്കിൽ? അതാണ് കാര്യം. 17,500. അതാ വലിയ ടാങ്ക് ആയ കാരണം മീറ്റർ താഴെ അധികം. മൈലേജ് കൂടിയിട്ടല്ല. അതെ, എറണാകുളം പോയി വന്നു 1/4 ടാങ്ക് എണ്ണാർന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോളേ അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. എന്താ എണ്ണ തീരുന്നില്ലേ? എണ്ണിക്കൊണ്ടിരിക്കുക. പെയിന്റ് അടിച്ചപ്പോ ഇത് പെയിന്റ് ആയിട്ട് ടൈറ്റ് ആയി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റക്കായി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് ചാവി തുറക്കാൻ പറ്റുള്ളൂ. വണ്ടിയിലാണെങ്കിൽ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. സ്ക്രൂ ഡ്രൈവറൊക്കെ പോയിണ്ടാ? സ്ക്രൂ ഡ്രൈവർ കൊണ്ടേ തെക്കി കഴിഞ്ഞാൽ ശരിയാവും. ഈ സാധനം സ്റ്റക്കായിരുന്നല്ലേ? ഇത് സ്റ്റക്കായി പെയിന്റ് അടിച്ചിട്ട്. ഇത് ഇവിടെയാണോ സ്റ്റക്ക്, അത് ഇവിടെയാണ്? ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും മിക്കവാറും സ്റ്റക്കുള്ളത്. ചാവി കൊണ്ട് നോക്കി നോക്കട്ടെ. കുറച്ച് ബുദ്ധി പ്രയോഗിച്ചു. ബുദ്ധി എടുത്ത് ചേട്ടാ. പഠിച്ചു എടുത്തേനെ. ആള് സുഖു ഡ്രൈവറായിട്ട് വന്നു. ഡ്രൈവറായിട്ട് വന്നു. ഇനി എത്ര? 5000. 5000 നമ്മൾ എന്തായാലും കയറുന്നു. എത്ര ലിറ്റർ കയറുന്നു? എത്ര പേര് അടിച്ചിട്ടുണ്ട്? അപ്പൊ 40,000 വരെ അടിക്കൂല. അമ്മേ, ഞാൻ പറഞ്ഞ കുറവാണോ? 40,000 വെറുതെ പുറത്തിലേക്ക് ഒരു ക്ലാസ് കഴിച്ച പോലെ ആയിട്ടുള്ളൂ. അതാണ് ടാങ്ക്. ടാങ്ക് ഇത് കണ്ടോ? ഒന്നും ആയിട്ടില്ല. സംഭവം എന്തായാലും 5000 എനിക്ക് കിട്ടണമെന്ന് ഇതിനകത്ത് കൊള്ളും. പുറത്ത് പോകുന്നുള്ള പേടി വേണ്ട. മറ്റേ ഇത് കൊണ്ടുവരിക. എന്നിട്ട് ചേട്ടനോട് ചേട്ടാ ഒരു 100 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ മുഖം ഇപ്പം എങ്ങനെയാവും? ഈ ഒരു ചിരി തന്നെയായിരിക്കും. ആ ചിരി തന്നെയാവുമ്പോഴും എന്ത് അപ്പൊ നമ്മുടെ വണ്ടി ആ കിടക്കുന്ന ഗ്യാപ്പിൽ ഇടാൻ നോക്കാണ്. നമ്മുടെ സ്വിഫ്റ്റ് കിടക്കണുണ്ട്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റിവേഴ്സ് ഇട്ട് വളച്ച് വരണം.
കേട്ടോ. എടുത്തോ ബാക്ക് എടുത്തോ നമ്മുടെ വണ്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു വരണം. ചെറുതാക്കി ചെറുതായി ബ്ലോക്ക് ആക്കിയാന്നൊരു ചെറിയ സംശയം. പോട്ടെ. ഈ ബ്ലോക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ പറഞ്ഞ ഗ്യാപ്പിൽ നമ്മൾ ഇടണം. അല്ലേ കുറച്ചുകൂടി ഫ്രണ്ട് എടുക്ക് ഡാഡി. ഈ ഫ്രണ്ടിക്ക് കൊണ്ടോ കാറ്. ചെറിയ ബ്ലോക്ക്. വണ്ടി ഓഫ് ആവുകയും ചെയ്തല്ലോ. ഇല്ല ഞാൻ കൈ കാണിച്ചൊക്കെ നിർത്തിച്ചിട്ടുണ്ട്. ഡാഡി ഇനി കുറച്ചുകൂടി കാറ് ഫ്രണ്ടിലേക്ക് എടുത്താ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ബാക്ക് എടുത്ത് വരാം. ചേർത്തിയോന്നോ ചേർത്ത് നമ്മൾ ഈ മതിലിനോട് ചേർത്തിടാനാണ് നോക്കണേ. ഇനി ബാക്ക് റിവേഴ്സ് ഇടുമ്പോ എങ്ങനെയാ നോക്കാൻ പോകും. വലിയ വണ്ടി പിന്നെ ഓടിച്ചധികം പരിചയമില്ലല്ലോ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഇനി അതൊന്ന് ഉള്ളോടിക്കേണ്ടി വരും കുറച്ചധികം. മതി ഫ്രണ്ട് എടുക്ക ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് എടുക്ക ഫ്രണ്ട് ബാക്ക് ഇറങ്ങണ്ടാ. പോട്ടെ ഫ്രണ്ട് മാർക്ക് അടി മാറുന്നു. ഈ ഗ്ലാസ് നമ്മളുടെ ഒരു മിനിറ്റ്. താഴെ പറയുന്നത് കേൾക്കണില്ല, അതാ അതെ നേരത്തെ തൊട്ടില്ല പറഞ്ഞത് അവിടെ കേൾക്കണില്ലേ, അതാ അതാ പറഞ്ഞ ഒന്നുകൂടി ഫ്രണ്ട് എടുക്കുക ചേർന്ന് വളച്ചോ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാണ് നന്നായി പരമാവധി നമ്മൾ ഈ സൈഡോട് ചേർത്തിട്ടുണ്ട്. മതിലിനോട് ചേർത്തിട്ടുണ്ട് മാക്സിമം.